ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ ഓവർ ഡിസ്കഷൻ ഒന്നും ഇല്ലാതെ കറക്റ്റ് ക്ലാസ്സിലോട്ട് തന്നെ പോവുകയാണ്. നിങ്ങൾക്കും ഹൈ ടൈമാണ്, പീക്ക് ടൈമാണ്. ഓക്കെ, ഇതിന്റെ സ്ലൈഡുകളെല്ലാം ഞാൻ നീലിമ ഡോക്ടറെ ഏൽപ്പിക്കും. ഒത്തിരി താമസിക്കാതെ നീലിമ ഡോക്ടർ അത് നിങ്ങൾക്ക് തരും. ഇത്രയും ഡിലേ വന്നത് എന്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് കേട്ടോ. ഞാൻ പേഴ്സണലി കുറച്ച് തിരക്കായിപ്പോയി. അപ്പൊ ഞാൻ കഴിവതും വേഗത്തിൽ ഡോക്ടർക്ക് അയക്കുകയും ഡോക്ടർ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും കേട്ടോ, സ്ലൈഡെല്ലാം. അപ്പൊ നമ്മൾ കെയിൽ ഒരു കുറച്ച് മെഡിസിൻസ് വിട്ടിട്ടുണ്ട്. അത് പക്ഷെ സ്ലൈഡിൽ കിടപ്പുണ്ട്. അപ്പം വി മേ സ്റ്റാർട്ട് വിത്ത് ലാക്കനൈനം. ലാക്കനൈനം, ആസ് യു ഓൾ നോ, ഐ ബിലീവ് നിങ്ങൾ നിങ്ങളുടെ ബോഡിക്കും കീനോട്ടും കയ്യിൽ എടുത്ത് വെച്ചിട്ട് തന്നെ പഠിക്കണം. അപ്പൊ ഞാൻ ചിലപ്പോൾ ഒരു കാര്യം വിട്ടുപോയാൽ അത് ബുക്കിൽ നോക്കണം. കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുകയും കൂടെ വേണം. സോ ഐ അംപ്ലി റിക്വസ്റ്റ്, നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ലാക്കനൈനമാണ്. ലാക്കനൈനം സംതിങ് റിലേറ്റഡ് വിത്ത് മിൽക്ക് എന്നാണ് നമുക്ക് അറിയാം അല്ലെ. അപ്പൊ ലാക്കനൈനം, കനൈൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഡോഗ്സ് മിൽക്ക് ആണ്. എന്തിനാണ് ഇത് കൊടുക്കുന്നത്? ഈ മെഡിസിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അപ്പൊ ലാക്കനൈനത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഫോർ നെർവസ്, റെസ്റ്റ്ലെസ്, ഹൈലി സെൻസിറ്റീവ് ഓർഗാനിസംസ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള എത്ര മെഡിസിൻസ് നിങ്ങൾക്ക് അറിയാമോ അതിലൊരു മെഡിസിൻ ആണ് ലാക്കനൈൻ എന്ന് പറയുന്നത്. ആ വാക്ക് നിങ്ങൾ നോക്കണേ. നെർവസ്, റെസ്റ്റ്ലെസ്, ഹൈലി സെൻസിറ്റീവ്. അടുത്തത് ഇതിന്റെ പെയിനെ കുറിച്ച് പറയുന്ന ഒരു പെയിൻ കണ്ട, ഇറാറ്റിക് പെയിൻ. പെയിൻ ദാറ്റ് കോൺസ്റ്റന്റ്ലി ഫ്ലൈ ഫ്രം വൺ പാർട്ട് ടു അനദർ. അതിൽ കാലിബൈക്കും പൾസാറ്റിലൊക്കെ നമുക്ക് സ്ഥിരമായി ഓർക്കുന്ന ഒരാളാണ് ലാക്കനൈനവും കൊടുത്തു നോക്കണം. നമ്മൾ ഈ റൊമാറ്റിക് അഫെക്ഷൻസോ അല്ലെങ്കിൽ ത്രോട്ട് അഫെക്ഷൻസോ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് വരുമ്പോൾ ഒരാഴ്ച വരുമ്പോൾ ഒരു സൈഡും അടുത്ത ആഴ്ച വരുമ്പോൾ വേറൊരു സൈഡും പറയുമ്പോൾ you may think of lachesis, calibite, you may think of pulsatile, even syphilinum. അത് കൂടാതെ ഒരു മെഡിസിൻ ആണ് ലാക്കനൈനം കേട്ടോ. ചേഞ്ചിങ് ഫ്രം സൈഡ് ടു സൈഡ് എവറി ഫ്യൂ അവേഴ്സ് ഓർ ഡേയ്സ്. നമ്മൾ മറ്റേ വെതർ കോക്ക് എന്ന് പറയുന്ന പൾസാറ്റിലെ പോലെ തന്നെ എപ്പോഴും സൈഡുകൾ മാറിക്കൊണ്ടിരിക്കുക കണ്ടോ. ഇനി നമ്മൾ ഈ ലാക്കനൈത്തിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടില് ഇതേ സാധനം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അവർ കണ്ടോ. ഇറാറ്റിക് പെയിൻസ് എന്ന് പറഞ്ഞ് ബോർഡിൽ കൊടുത്തിരിക്കുന്നുണ്ടോ? ഇറാറ്റിക് പെയിൻസ് ഓൾട്ടർനേറ്റിംഗ് സൈഡ്സ്, ഫീൽസ് ആസ് ഇഫ് വാക്കിംഗ് ഓൺ എയർ ഓർ ഓഫ് നോട്ട് ടച്ചിങ് ദ ബെഡ് വെൻ ലൈങ് ഡൗൺ. കിടക്കുമ്പോൾ ശരീരം ബെഡ് തട്ടുന്നില്ലെന്നോ അല്ലെങ്കിൽ അവർ വാക്ക് ചെയ്യുന്നു, എയറിൽ വാക്ക് ചെയ്യുന്ന പോലെയോ അവർക്ക് തോന്നുന്നു. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിസൈഡഡ് എഫക്ട് ഇൻ ഡ്രൈയിങ് അപ്പ് മിൽക്ക് ആണ്. അഥവാ കീനോട്ടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സർവീസബിൾ ഇൻ ഓൾമോസ്റ്റ് ഓൾ കേസസ് വെൻ ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഡ്രൈ അപ്പ് മിൽക്ക്. അതായത് വീനിങ് പീരീഡ് ആകുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു മെഡിസിൻ ആണ് അല്ലെ. അപ്പൊ ആ ഡ്രൈയിങ് അപ്പ് മിൽക്കിലാണ് ലാക്കനൈനും ഉള്ളത്. എന്നാൽ മിൽക്കിന്റെ ഇൻക്രീസിന് വേണ്ടി സഹായിക്കുന്നത് ലാക് ഡിഫ്ലോറേറ്റ് ആണ്. ഓക്കെ, ഒന്നെങ്കിൽ എന്താ പറയാ, ഈ ഫീഡിങ്ങിന്റെ കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാനോ അതല്ലെങ്കിൽ ഇത് ഇൻക്രീസ് ചെയ്യാനോ സഹായിക്കുന്നത് ലാക് ഡിഫ്ലോറേറ്റ് ആണ്. സോ വി ആർ ഡിസ്കസിങ് ലാക്കനൈനും ഫോർ നെർവസ്, ഇറാറ്റിക്സ്, റെസ്റ്റ്ലെസ് ആൻഡ് ഹൈലി സെൻസിറ്റീവ് ഓർഗാനിസം. ഇറാറ്റിക് എന്ന വാക്ക് നിങ്ങൾ മറന്നുപോകുന്നത്, അത് ലാക്കനൈത്തിലാണ് ഇറാറ്റിക്. ഓക്കെ, പിന്നെ കണ്ടോ ഗ്രേറ്റ് വീക്ക്നെസ് ആൻഡ് പ്രോസ്ട്രേഷൻ മാസ്റ്റൈറ്റിസിന് കൊടുക്കും. അതുകൊണ്ടാണ് കീനോട്ടിൽ ഇങ്ങനെ ഒരു സിംറ്റം ബ്രസ്റ്റിൽ കീഴിൽ പറഞ്ഞിട്ടുണ്ട്. ദേ ഹാവ് ടു ഹോൾഡ് ദെയർ ബ്രസ്റ്റ് ഫേംലി വെൻ ഗോയിങ് അപ്പ് ഓർ ഡൗൺ സ്റ്റേഴ്സ്. അപ്പൊ അത്രയും പെയിൻഫുൾ ആണെന്ന് പറയാൻ കാരണം അത് മാസ്റ്റൈറ്റിസും ഉണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഫീഡ് ചെയ്യുന്ന മദേഴ്സിലൊക്കെ മാസ്റ്റൈറ്റിസ് ഇൻഫ്ലമേഷൻ പോലെ കൊടുക്കാറുണ്ട്. ഈവൻ ഈ മെഡിസിൻസ് പിന്നെ ഈ ആനിമൽസിൽ പോലും ട്രൈ ചെയ്യാറുള്ളതാട്ടോ. അപ്പൊ അതാണ് ലാക്കനൈനത്തിന്റെ പ്രത്യേകത. ഇനി നമ്മൾക്ക് കുറെ മെഡിസിൻസ് ഉണ്ടെങ്കിലും വിഷൻസ് ഓഫ് മൈൻഡ് വളരെ എലാബറേറ്റഡ് ആണ് ലാക്കനൈനത്തിന്റെ കീനോട്ടിൽ. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. അതിന് കുറെ ബ്രാക്കറ്റഡ് മെഡിസിൻസും ഉണ്ട്. അതൊന്നും മാറിപ്പോകരുത്. ഇപ്പൊ ക്രോസ് ഇറിറ്റബിൾ ചൈൽഡ് ക്രൈസ് ആൻഡ് സ്ക്രീൻസ് ഓൾ ദ ടൈം, എസ്പെഷ്യലി അറ്റ് നൈറ്റ്. ഇപ്പൊ വരുമ്പോ ജലാപ്പ, നക്സോമിക്ക, സൂർണം കണ്ടോ, എല്ലാ സ്ഥലത്തും കരയുന്നു. രാത്രി കരയുന്ന കുട്ടി എന്ന് പറയുന്നത് ജലാപ്പയും നെക്സോമിക്കും സൊറൈനും ഒക്കെയാണ്. അതേസമയം പകല് കരയും രാത്രി ഉറങ്ങുകയും ചെയ്യുന്നത് ലൈക്കോപൊഡിയാണ്. അപ്പം ആ കമ്പാരിസൺ ഒന്ന് നിങ്ങൾ നോക്കണേ. പിന്നെ റൈറ്റിംഗിന്റെ സമയത്ത് കണ്ടോ, യൂസസ് ടു മെനി വേർഡ്സ് ഓർ നോട്ട് ദ റൈറ്റ് വൺസ്, ഒമിറ്റ്സ് ഫൈനൽ ലെറ്റർ ഓർ ലെറ്റേഴ്സ് ഇൻ എ വേർഡ്സ്. ഇതിൽ തന്നെ പല രീതിയിലുള്ള കേസുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഫൈനൽ വേർഡ്സ് ആണ് ഇതിനകത്ത് ഒമിറ്റ് ചെയ്തു എന്ന് പറയുന്നത് അല്ലെ. ഇനി ചില വേർഡ്സിലാണ് അവരവർ എഴുതിയ ഹാൻഡ് റൈറ്റിംഗ് അവർക്ക് മനസ്സിലാവും. അത് ലൈക്കോപോഡത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്.
പിന്നെ സീറോ ഫൈൽ എന്ന് പറഞ്ഞ മെഡിസിന് ഡൾനെസ് ഉണ്ട്. അതുകൊണ്ട് അവരെ എഴുതിയതിൽ ചില ക്ലാരിറ്റി പ്രശ്നങ്ങൾ കൂടെയുണ്ട്. അപ്പൊ ലാക്കനൈൻത് നിങ്ങൾ നോക്കിയാട്ടെ ഒന്നിലത് കുറെ വേർഡുകളുടെ ഒരു അഗ്രിഗേഷൻ പോലെ, അല്ലെങ്കിൽ ഫൈനൽ ലെറ്റർ സ്കിപ്പ് ആയി പോവാ കണ്ടോ. പിന്നെ ആബ്സെന്റ് മൈൻഡഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഫിയേഴ്സ് ടു ബി അലോൺ ഓഫ് ബിക്കമിങ് ഇൻസെയിൻ. പിന്നെ അടുത്തൊരു വാക്ക് ക്രോണിക് ബ്ലൂ കണ്ടീഷൻ. എന്താ ബ്ലൂ കണ്ടീഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അറിയാമോ? അല്ല, നമ്മൾ പറയില്ല ആകെ ഒരു ഗ്ലൂമി ആയിട്ട് ഇരിക്കുന്ന ഒരു സാഡാഡേ എന്ന് പറയത്തില്ലേ, ആ സംഭവം തന്നെ. പിന്നെ ഇവരും ലാക്കനൈനും ലിലിയം ടിഗും ഒക്കെ, അതുപോലെ ഇവൻ അനാക്കാഡിയും ഭയങ്കരമായിട്ട് ആൾക്കാരെ കേഴ്സ് ചെയ്യുന്ന ആളാട്ടോ. അറ്റാക്സ് ഓഫ് റേജ്, കേഴ്സിംഗ് ആൻഡ് സ്വയറിംഗ് അറ്റ് സ്ലൈറ്റസ്റ്റ് പ്രൊവോക്കേഷൻ. ഇനി ബോറിക്കിനകത്ത് കിടക്കുന്നത് നിങ്ങൾ കണ്ടോ, വിഷൻ ഓഫ് സ്നേക്സ്, പാമ്പുകളെ സ്വപ്നം കാണുന്നത്. പലപ്പോഴും നമുക്ക് ലാക്ടസിസ് ആണ് ചിന്തിക്കാറുണ്ട്. ഈവൻ ലാക്കനൈനത്തിലും അതുണ്ട്. ലാക്ടസിന് ഇല്ലെന്നല്ല, ഉണ്ടായേക്കാം. ഓക്കെ, ഈ ഫ്ലോട്ടിംഗ് ഇൻ എയർ ഇവരുടെ പ്രത്യേകതയാണ്. പിന്നെ നമ്മൾ ഈ നോസ്ട്രൽസ് അടയുന്ന കാര്യം പറയില്ല, മൂക്കടപ്പ് അല്ലേ, അത് ചേഞ്ചിങ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ തിങ്ക് അബൌട്ട് ലാക്കനൈനം. അതുപോലെ ഡിഫ്തീരിയയുടെ കേസിൽ അങ്ങനെ തന്നെയാണ്, ഓൾട്ടർനേറ്റിംഗ് വരും. പ്ലസ് അവർക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഷൈനിങ് ഗ്ലേസ്ഡ് അപ്പിയറൻസ് ആണ്. ഈ സോർ ത്രോട്ട്, ലാക്കനൈനത്തിന്റെ സോർ ത്രോട്ട്, ഇപ്പൊ ഞാൻ എഴുതിയിട്ടില്ലേ, ടോൺസിലൈറ്റിസ് ആൻഡ് ഡിഫ്തീരിയ മേ ചേഞ്ച് സൈഡ്സ്. ഇതിലെ സോർ ത്രോട്ട് കണ്ടീഷൻസ് ബിഗിൻസ് ആൻഡ് എൻഡ് വിത്ത് മെൻസസ്. അതാണ് ഇതിന്റെ പ്രത്യേകത. സൈഡ് മാറി മാറി വരും, ബട്ട് ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് മെൻസസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് കോൺസ്റ്റന്റ് ഇൻക്ലിനേഷൻ ടു സ്വോളോ ഒക്കെ ഉണ്ട്. ഷൈനിങ് ഗ്ലേസ്ഡ് അപ്പിയറൻസ് ആണ് ഡിഫ്തീരിയയിൽ കാണുന്നത്. ഇനി നമ്മൾ സെപ്പിയലൊക്കെ പറയുന്ന പോലെ സിങ്കിങ് അറ്റ് ദി എപ്പിഗാസ്ട്രം, പെയിനസ് സ്റ്റൊമക്ക് ഉണ്ട്. cannot eat enough to satisfy as hungry after eating as before. മുന്നേ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിയുമ്പോഴും കഴിക്കാത്ത പോലെ തന്നെ എത്ര വിശപ്പുണ്ടായിരുന്നോ അതുപോലെ ഉണ്ടാവുമെന്ന് പറയുന്നു. ഓക്കെ, ഇനി പിന്നെ ഗാലക്ടോറിയക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ലോസ് ഓഫ് മിൽക്ക് വൈൽ നഴ്സിംഗ് വിത്തൗട്ട് എനി കോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫീമെയിൽ സിംറ്റംസിൽ നിങ്ങൾ ഈ ലോസ് ഓഫ് മിൽക്കിന്റെ കാര്യം, ലോസ് ഓഫ് മിൽക്ക് വൈൽ നഴ്സിംഗ് വിത്തൗട്ട് എനി കോസ്, ആ കാര്യം ഓർക്കണം. ഡ്രൈയിങ് അപ്പ് മിൽക്കിന്റെ കാര്യം ഓർക്കണം. അത് വളരെ ഇൻഫ്ലെയിംഡ് ആയതുകൊണ്ട് തന്നെ ലീസ്റ്റ് ജാർ പെയിൻഫുൾ ആണെന്ന് ഓർക്കണം. അതുപോലെ ഫ്ലാറ്റസ് ഫ്രം വജൈന പോകുന്നു. ഇവരുടെ മെൻസസും വളരെ ഇങ്ങനെ ബ്രൈറ്റ് റെഡ് മെൻസസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ബ്രസ്റ്റ് പെയിൻ ബിഫോർ മെൻസസ്, നമ്മൾ പറയാറുണ്ട് അല്ലേ, ഹോർമോണൽ പ്രോബ്ലംസ് ഉണ്ട്, പീരീഡ്സിന് മുൻപേ ഭയങ്കര ബ്രസ്റ്റ് പെയിൻ ഉള്ള ആളുകൾ ഉണ്ടെന്ന് പറയുന്നത് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ ആണ് ലാക്കനൈൻ. ദെൻ കമ്മിങ് ടു ഇതില് ഈ മെഡിസിനെ പറ്റി അധികം ആർക്കും അറിയാത്തൊരു സിംറ്റം ആണ് ലാക്കനൈനം. ഈവൻ ഒരു ഹാർട്ട് സിംറ്റം കൂടി ഉണ്ടെന്നാണ്. പാൽപിറ്റേഷൻ വയലന്റ് വെൻ ലൈങ് ഓൺ ലെഫ്റ്റ് സൈഡ്. ഒരിക്കലും ലാക്കനൈനത്തിനോ ഹാർട്ട് സിംറ്റം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കില്ല. ബെറ്റർ ബൈ ടേണിംഗ് ഓൺ റൈറ്റ് സൈഡ്, അത് മറന്നു പോരുതേ. അത് ഇതിനകത്തില്ല, ബോറിക്കില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് ഓർത്തിച്ചേക്കണം കേട്ടോ. കാർഡിയോവാസ്കുലർ സിസ്റ്റം വിത്ത് പാൽപിറ്റേഷൻ വേഴ്സ് ഓൺ ലൈങ് വെൻ ലൈങ് ഓൺ ലെഫ്റ്റ് സൈഡ്, ബെറ്റർ ബൈ ടേണിംഗ് ഓൺ റൈറ്റ്. അതുപോലെ ഇവരുടെ ബാക്ക് ഏക്ക് കണ്ടോ, അൺബെയറബിൾ പെയിൻ ആണ്. സൂപ്രാസേക്രൽ റീജിയൻ തൊട്ട് എക്സ്റ്റെൻഡിങ് ടു റൈറ്റ് നീറ്റസ്, റൈറ്റ് സയാറ്റിക് നെർവ്, aggravation by rest on first moving, spine aches from base of brain to coccyx, very sensitive to touch or pressure. നമുക്ക് പല മെഡിസിൻസും സ്പൈന് സെൻസിറ്റീവ്, അഗാരിക്കസ് നമുക്കറിയാം അല്ലെ, സ്പൈൻ സെൻസിറ്റീവ് ആണ്. ലാക്കനൈനത്തിനാണ് സ്പൈൻ സെൻസിറ്റിവിറ്റി ഉണ്ട്. നമ്മുടെ സയാറ്റിക്ക് ഒരുപാട് മെഡിസിൻസ് നമുക്ക് അറിയാം അല്ലെ, നഫേലിയം കൊടുക്കുന്നവരുണ്ട്, കൊളോസിൻത് കൊടുക്കുന്നവരുണ്ട്, ഈവൻ റെസ്റ്റോക്സും ഹൈപ്രിക് ഒക്കെ കൊടുക്കുന്നവരുണ്ട്. പക്ഷേ റൈറ്റ് സൈഡ് സയാറ്റിക്ക് ഒരു ഇമ്പോർട്ടന്റ് മെഡിസിൻ ആയിട്ട് നമുക്ക് കൊടുത്തു നോക്കാവുന്നതും ആണ് ലാക്കനൈൻ. കാരണം ബാക്കിയെല്ലാം നമ്മൾ ചേഞ്ചബിൾ സൈഡ്സ് എന്ന് പറഞ്ഞെങ്കിലും സയാറ്റിക്കയുടെ കേസസിൽ അത് പ്രിഫറബിളി അവർ പറഞ്ഞിട്ടുണ്ട്, കീനോട്ടിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, റൈറ്റ് സൈഡ് ആണ് വളരെ. അതുപോലെ നമ്മൾ സെർവൈക്കൽ പിന്നെ വെർട്ടിബ്ര തൊട്ട് അങ്ങ് കോക്സിക്സ് വരെ തൊടാൻ വേദനയാണ് എന്ന് പറയുന്ന ഒരു മെഡിസിനും കൂടിയാണ് ലാക്കനൈൻ കേട്ടോ. വെരി സെൻസിറ്റീവ് പ്രഷർ, ഇഷ്ടംപോലെ മെഡിസിൻ ഉണ്ട്. ചിനിയം സൾഫർ, ഫോസ്ഫറസ്, സിങ്ക് ഒക്കെ വെരി സെൻസിറ്റീവ് ടു ടച്ച് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഈ ഏരിയ ഫ്രം ദ ഫസ്റ്റ് നമ്മൾ ഈ ബേസ് ഓഫ് ദി ബ്രെയിനിൽ തുടങ്ങുന്ന ഏതാണ് വെർട്ടിബ്ര അവിടെ തൊട്ട് കോക്സിക്സ് വരേക്കും കറക്റ്റ് ആയിട്ട് വേദന പറയുന്നത് ലാക്കനൈനത്തിലാണ്. പിന്നെ നെർവസ് സിസ്റ്റത്തിലാണ് പറഞ്ഞിരിക്കുന്നത് വെൻ വാക്കിംഗ് സീംസ് ടു വാക്സ് ഓൺ എയർ, വെൻ ലൈങ് ഡസ് നോട്ട് ടച്ച് ദ ബെഡ്. അപ്പോൾ പിന്നെ അതിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ഒന്ന് നോക്കണേ. പ്രോബബ്ലി നോ റെമഡി ഇൻ മെറ്റമെഡിക്ക പ്രസൻസ് എ മോർ വാല്യുബിൾ പെത്തോജനിസിസ് ഇൻ സിംറ്റംസ് ഓഫ് ത്രോട്ട് ഓർ വൺ ദാറ്റ് വിൽ ബെറ്റർ റീപേ കെയർഫുൾ സ്റ്റഡി. കണ്ടോ, ആ വരി ഒന്ന് ഓർത്ത് വെച്ചേ. ഇത് ഏതിൽ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് തന്നു, ഒരു അസേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ യു കെൻ തിങ്ക് ഓഫ് ദിസ് ലാക്കനൈനം. അപ്പൊ നമ്മൾ ലാക്കനൈനം ഏകദേശം നിങ്ങളൊന്ന് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. നെർവസ് റെസ്റ്റ്ലെസ് ഹൈലി സെൻസിറ്റീവ് പേഴ്സൺ ആണ്, ഇറാറ്റിക് പെയിൻ ആണ്,
പിന്നെ ഫീൽസ് വാക്കിംഗ് ഇൻ എയർ, ഡ്രൈയിങ് അപ്പ് മിൽക്ക് യൂസ് ചെയ്യാൻ, നമ്മൾ കുറേ മെന്റൽ കണ്ടീഷൻസ് ലക്കനയത്തിൽ പറയുന്നുണ്ട്. പിന്നെ ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് മെൻസസിന്റെ കാര്യം ആലോചിക്കുക, ഹംഗ്രി ബിഫോർ ആഫ്റ്റർ ഈറ്റിംഗ് ആസ് ബിഫോർ. പിന്നെ സെക്ഷൽ ഓർഗൻസ് ഒക്കെ വളരെ എക്സൈറ്റഡ് ആണ്. പിന്നെ ബ്രസ്റ്റിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, മിൽക്ക് ഡ്രൈയിങ് അപ്പിന് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഒരു കീനോട്ട് സിംറ്റം കൂടി ഉണ്ട്, ആസ് ഇഫ് ബ്രത്ത് വുഡ് ലീവ് ഹർ വെൻ ലൈൻസ് ഡൗൺ മസ്റ്റ് ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക്. അതുപോലെ ഹാർട്ടിലാണെങ്കിൽ പാൽപിറ്റേഷൻ വെൻ ലൈങ് ഡൗൺ, വെൻ ലൈങ് ഓൺ ലെഫ്റ്റ് സൈഡ്. കണ്ടോ, രണ്ട് കാര്യം കോൺട്രാക്ട് വന്നേ, ലെഫ്റ്റ് സൈഡിൽ കിടക്കുമ്പോൾ അവർക്ക് പാൽപിറ്റേഷൻ വരുന്നു, റൈറ്റ് സൈഡ് സയാറ്റിക് നെർവ് പെയിൻ ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു വാക്കും കൂടി ഓർക്കും, മെട്രോമെഡിക്കൽ ഏറ്റവും നന്നായിട്ട് ഒരു ത്രോട്ടിന്റെ പതോജൻസിസ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത മറ്റൊരു മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം കൂടെ. ഹോപ്പ് യു ആർ ഏബിൾ ടു. പിന്നെ ഡ്രീംസ് ഓഫ് സ്നേക്സ് അല്ലെങ്കിൽ വിഷൻ ഓഫ് സ്നേക്സ് ഇവരുടേതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ വിഷൻ ഓഫ് സ്നേക്സ് ഡ്രീംസ് വെച്ച് മാത്രം തന്നെ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷൻ ഓഫ് സ്നേക്സ് ഏതിലേക്കാണെന്ന് ചോദിച്ചാൽ യു ഹാവ് ടു പിക്ക് ലാക്കനൈനം. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ലാക്കനൈനം. Then comes to lac defloratum. ഇത് സ്കിംഡ് മിൽക്ക് എന്നാണ് പറയുക, ലാക് ഡീഫ്ലോറേറ്റം. ഈ ലാക് ഡീഫ്ലോറേറ്റത്തിന് നിങ്ങളിപ്പോൾ മോഷൻ സിക്നസ് കേട്ടിട്ടുണ്ടാവും അല്ലെ. മോഷൻ സിക്നസിന് നമ്മൾ ഒത്തിരി മെഡിസിൻസ് കൊടുത്തിട്ട് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ യു വിൽ ട്രൈ ലാക് ഡീഫ്ലോറേറ്റം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പേഷ്യന്റ് എനിക്ക് ഉണ്ടായിരുന്നു, അവർക്ക് കുറച്ച് ദൂരം ബസ് ട്രാവൽ ചെയ്യാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഞാൻ ടബാക്കോ കൊടുത്തിട്ടൊന്നും എഫക്റ്റീവ് ആയില്ല, പക്ഷെ ലാക് ഡീഫ്ലോറേറ്റം കൊടുത്തപ്പോൾ ആക്ഷൻ കണ്ടു. സോ യു മേ തിങ്ക് അബൌട്ട് ദിസ് മെഡിസിൻ. ലാക് ഡീഫ്ലോറേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായാൾക്കും അയാളുടെ മാനസിക നില ഇങ്ങനെയാണ്, വളരെ ദുഃഖിതനാണ്, ഹാസ് നോ ഫിയർ ഓഫ് ഡെത്ത്, എന്തായാലും ഞാൻ മരിക്കും എന്ന് പറഞ്ഞു നടക്കുന്ന ഒരാളാണ് ലാക് ഡീഫ്ലോറേറ്റ്. റെസ്പോണ്ടന്റ് ഡസ് നോട്ട് കെയർ ടു ലിവ്, ഹാസ് നോ ഫിയർ ഓഫ് ഡെത്ത് ബട്ട് ഇസ് ഷുവർ ഇസ് ഗോയിങ് ടു ഡൈ. ഒരു റൂബ്രിക്ക് പറയുകയാണ്, ആ റൂബ്രിക്കാണ് ഫ്രിവലസ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ വളരെ ടുവേർഡ്സ് ഡെത്ത് പോയിരിക്കുന്ന ഒരു പേഷ്യന്റിനോട് ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും മരണഭീതിയിൽ ശരിയാക്കും അല്ലെ. എന്നാൽ അത് ശ്രദ്ധിക്കാതെ തോന്നിയമായിട്ട് ജീവിക്കുന്നവരെ നമ്മൾ പറയുന്ന പേരാണ് ഫ്രിവലസ്. HbA1c ഒരു 10ന്റെ അടുത്തുണ്ട്, നിങ്ങൾ അത് 7ന്റെ കീഴെ ആക്കണം മസ്റ്റായിട്ട്. 6.5 ആണ് വേണ്ടതെങ്കിൽ 7 ആക്കണം എന്ന് പറഞ്ഞാൽ വീണ്ടും അവർ ഷുഗർ തിങ്സ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഫ്രിവലസ് ആണ് അല്ലെ. അയാൾക്ക് മരിക്കാൻ എന്തായാലും അയാൾ തീരുമാനം എടുത്തിരിക്കുന്ന പോലെയാണ്. ഓക്കെ, ഇനി ലാക് ഡീഫ്ലോറേറ്റത്തിന്റെ പിന്നെ മെന്റൽ സിംറ്റംസ് ഫിസിക്കൽ ജനറൽസിനകത്ത് ഫോൾട്ടി ആൻഡ് ഡിഫക്റ്റീവ് ന്യൂട്രീഷൻ, suffer from loss of sleep, completely exhausted, sensation as if cold air was blowing on her. അതൊന്ന് നോക്കണേ. ഒരു തണുത്ത കാറ്റ് ആളുടെ വീട്ടിൽ, മരണത്തിന്റെ കാറ്റ് എന്ന് അയാൾ പറയുന്ന പോലെ ആയിരിക്കും, as if a cold air was blowing here. അതുപോലെ ഡ്രോപ്സി കണ്ടീഷനും ഒബേസിറ്റിക്കും ഫാറ്റി ഡീജനറേഷനും എല്ലാം ഇത് കൊടുക്കുന്നുണ്ട്. ക്രോണിക് ലിവർ കംപ്ലൈന്റ്, ഇപ്പൊ നമ്മൾ പറയില്ലേ ജങ്ക് ഫുഡ്സ് ധാരാളം കഴിക്കുന്നവർക്ക് ഫാറ്റി ലിവർ വരും അല്ലെ. അപ്പൊ അതുപോലെയാണ്, അങ്ങനെ ഫ്രിവലസ് ആയിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ക്രോണിക് ലിവർ കണ്ടെയ്ൻസ്, അത് ഈവൻ അൽബുമിനറി ആയി, ഒബേസിറ്റി ആയി, ഫാറ്റി ഡിജനറേഷൻ ആയി, അങ്ങനെ ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ ആണ് ലാക് ഡീഫ്ലോറേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാക് ഡീഫ്ലോറേറ്റത്തിന് മറ്റൊരു സാധനം, നമ്മൾ കാർ സിക്നസ് എന്ന് പറഞ്ഞതുപോലെ മറ്റൊന്നാണ് സിക്ക് ഹെഡേക്ക്. ആ സിക്ക് ഹെഡേക്ക് ഫോർഹെഡിൽ എക്സ്റ്റെൻഡിങ് ടു ഓക്സിപുട്ട്. നമ്മൾ ഒട്ടുമിക്ക സാധനങ്ങളും ഓക്സിപുട്ട് ഫ്രണ്ട് ആണ് പറയാറ്. ലാക് ഡീഫ്ലോറേറ്റ് നേരെ എതിർവശമാണ്, ഫ്രം ഫോർഹെഡ് ടു ഓക്സിപുട്ട്. വെൻ റൈസിംഗ് ഇൻ ദ മോർണിംഗ് വിത്ത് ത്രോബിംഗ്, വിത്ത് വോമിറ്റിംഗ്, കോൺസ്റ്റിപ്പേഷൻ, ബ്ലൈൻഡ്നെസ്, നോയ്സ് അവർക്ക് പ്രശ്നമാണ്, മെൻസസ് പ്രശ്നമാണ്, ഭയങ്കര ക്ഷീണമുണ്ട്, ബെറ്റർ ബൈ പ്രഷർ ഓർ ബാൻഡേജിങ് എക്സൈറ്റ്. മനസ്സിലായോ? അപ്പൊ ബേസിക്കലി പറഞ്ഞ ഒരു മൈഗ്രെയിൻ ലൈക്ക് ഹെഡേക്കിന് കൊടുക്കാം, പക്ഷെ ഫ്രണ്ട് ടു ബാക്ക് ആണ്, സൈഡ് ഒന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവരുടെ GIT പറയുന്ന ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ വോമിറ്റിംഗ് ഓഫ് പ്രഗ്നൻസിക്ക് കൊടുക്കുന്നതാണ്. ഭക്ഷണം കഴിക്കുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ അവർ പ്രഗ്നൻസിയുടെ സമയത്ത് വോമിറ്റ് ചെയ്യും. മറ്റൊന്ന് കോൺസ്റ്റിപ്പേഷൻ ആണ്. നിങ്ങൾ ഇതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഏതെങ്കിലും മെഡിസിൻ കൊടുത്ത് ഒന്ന് റെഡി ആയിട്ടില്ലെങ്കിൽ യു കൻ ട്രൈ ദിസ്. കാരണം പെയിൻഫുൾ എക്സ്റ്റോർട്ടിംഗ് ക്രൈസ് എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞത്, അത് കൊച്ചിനെ ടോയ്ലറ്റിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കേ കുറിച്ച് വല്ലാതെ കരയുന്നത് പോലെ തോന്നുന്നു. പിന്നെ ഗ്ലോബൽ സിസ്റ്റിക് ആസിഡ് കൊടുക്കാറുണ്ട്. പിന്നെ കണ്ടോ, നമ്മളൊരു എനിമയ്ക്ക് പകരം കൊടുക്കാൻ പറ്റുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കീനോട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തത്. സോ ലാക് ഡീഫ്ലോറേറ്റും ബേസിക്കലി പറയുമ്പോൾ കാർ സിക്നസിന് കൊടുക്കാം, അതുപോലെ സിക്ക് ഹെഡേക്കിന് കൊടുക്കാം, പിന്നെ കോൺസ്റ്റിപ്പേഷന് കൊടുക്കാം. നമ്മൾ 3 നക്ഷൽസ് നമ്മൾ ട്രയാഡായിട്ട് പറയുകയാണെങ്കിൽ കേട്ടോ. കണ്ടോ, അപ്പം I explain again, and I'm going to explain again. That is, this medicine is for ലാക് ഡീഫ്ലോറേറ്റ് എന്നാണ് പേര്. സ്കിംഡ് മിൽക്ക് ആണ്. ഇറ്റ് ഇസ് ഗിവൺ ഫോർ ഡിസീസസ് വിത്ത് ഫോൾട്ടി ന്യൂട്രീഷൻ, സിക്ക് ഹെഡേക്ക് വിത്ത് പ്രൊഫ്യൂസ് ഫ്ലോ ഓഫ് യൂറിൻ ഡ്യൂറിംഗ് പെയിൻ. നിങ്ങൾ ഈ റെപ്പറ്ററി പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പറയില്ല ഹെഡേക്ക് ബെറ്റർ
ഹെഡ് ഏക്ക് വിത്ത് ഫ്ലോ ഓഫ് യൂറിൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചുറക്കുന്നുണ്ടോ നമ്മൾ അക്കമ്പനിങ് സിംറ്റംസിനകത്ത്. അപ്പൊ അതേപോലെ ഉള്ള സിംറ്റമാണ് ഹെഡ് ഏക്ക് വിത്ത് പ്രൊഫ്യൂസ് ഫ്ലോ ഓഫ് യൂറിൻ ഡ്യൂറിങ് ട്രെയിൻ. പിന്നെ കാർ സിക്നസിന് കൊടുക്കാം. ഹെഡ് ഏക്ക് ബെറ്റർ ബൈ പ്രഷർ ആണ്, കോൺസ്റ്റിപ്പേഷൻ ആണ്, വിത്ത് എക്സോട്ടിങ് റൈറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പക്ഷേ ഫ്രണ്ട് നിന്ന് ബാക്കിലോട്ടാണ് പോകുന്നത്. Hope you are clear with this. Then coming up, നമ്മൾ ലാക് കെനൈനും ലാക് ഡിഫ്ലോറേറ്റും ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, then coming to Lachesis mutus or bushmass or Sorukuku snake എന്നൊക്കെ നമ്മൾ പറയണം അല്ലേ. എന്താണ് ലാക്കസിന്റെ പ്രത്യേകത? ഒരുപാട് സിംറ്റംസ് ഉള്ള ഒരു അഗ്രിഗേറ്റ് ആണ്. നമുക്ക് ഒന്നറിയാം, അവൻ്റെ ഒരു ലെഫ്റ്റ് സൈഡ് മെഡിസിൻ ആണ്, ലൊക്കേഷൻസ് ആണ്. വൺ സ്റ്റോറി കീപ്സ് യു അനദർ സ്റ്റോറി, അല്ലെങ്കിൽ ഗോസ് ടു അനദർ സ്റ്റോറി, അങ്ങനെ ഒരു ടൈപ്പ് ആൾക്കാരാണ് അല്ലെ ലാക്കസിൽ. ഒത്തിരി കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ലെസ് മെലങ്കളി ടെമ്പറാമെന്റ് ആണ്, കോളറിക് ടെമ്പറാമെന്റ് ആണ്, പിന്നെ മാസീവ് പേഴ്സൺസിനാണ്, ക്ലിമാറ്റിക് എലിമെന്റ്സിന് കൊടുക്കുന്നു. ഫ്രം ദ ചേഞ്ച് ഓഫ് ലൈഫ് ഫുള്ളി റിക്കവർ ആയാത്തവർക്കാണ്. ഡ്രങ്കാർഡ്സിന്റെ കൺജസ്റ്റീവ് ഹെഡേക്കിന് കൊടുക്കും. ഇതെല്ലാം നമ്മൾ കീനോട്ടിന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരിക്കുന്നു. എല്ലാ സാധനം സ്ലീപ്പ് അഗ്രിവേഷൻ ആണ്. സോ ലാക്കസിസ്, ലൊക്കേഷ്യസ്, ലെഫ്റ്റ് സൈഡ്, സ്ലീപ്പ് അഗ്രിവേഷൻ. ഇനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പിന്നെ ഫുൾ ബോറിക് സിംറ്റംസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ലേ. ഒന്ന് നമ്മൾ പറയുന്നു ലൊക്കേഷ്യസ് ആണെന്നല്ലേ. അപ്പൊ നിങ്ങളൊന്ന് ഇതെടുക്കാമോ, ബോറിക് എടുക്കാമോ? അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാവേ. പിന്നെ ദ modalities are most important in guiding to this remedy. Delirium tremens with marked trembling and confusion. Very important during climacteric with a melancholic disposition. പിന്നെ ഡിഫ്തീരിറ്റിക് പാരാലിസിന് കൊടുക്കും. കനോട്ട് ബെയർ ടൈറ്റ് എനിത്തിങ്. അപ്പൊ അവർക്ക് ടൈറ്റ് പറ്റത്തില്ല, സ്ലീപ്പ് പറ്റത്തില്ല കേട്ടോ. ഇനി മൈൻഡില് ഗ്രേറ്റ് ലൊക്കേഷ്യസ് ആണ് അല്ലെ. ലൊക്കേസിറ്റി ഉള്ളവരും ഭയങ്കര ജലസ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. ആൻഡ് ദർ ഇസ് എ നൊക്ടേണൽ ഡെലൂഷൻ ഓഫ് ഫയർ ആൻഡ് റിലീജിയസ് ഇൻസാനിറ്റി. അപ്പം ഈ ഭയങ്കര, നമ്മളിപ്പം ശ്രമോണെ പഠിക്കുമ്പോൾ ഒരു വാക്ക് നിങ്ങൾ പഠിക്കും, ഡിവോട്ട് ആണ് എന്നുള്ളത്. ഭയങ്കര ഭക്തരായിരിക്കും അവർ. ഏത് നേരവും ഇപ്പം ഹിന്ദുസ് ആണെങ്കിൽ പൂജ പോലെ ചെയ്യുന്നു, മുസ്ലിംസ് ആണെങ്കിൽ നിസ്കരിക്കുക, ഏത് നേരവും കൂടുതൽ നിസ്കരിക്കുക, ക്രിസ്ത്യൻസ് ആണെങ്കിൽ കൊന്തമാലയൊക്കെ ചൊല്ലുക. ഇങ്ങനെ അവർക്ക് ഒരു ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ വരുമ്പോൾ ലാക്കസിനെ കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. വെറൈട്രമാൽഗം ഉണ്ട്, സ്ട്രമോണിയം ഉണ്ട്, പക്ഷെ നമുക്ക് ലാക്കസിനെ കൂടെ ചെയ്യാം. ഇതിന്റെ വേറൊരു വെറൈറ്റിയാണ്, സാൽവേഷനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റിയാണ് ലീനിയംറ്റിക്. അപ്പോൾ ലാക്കസിനെയും നിങ്ങൾ റിലീജിയസ് മാനിയാക്ക് പോലെ തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി പിന്നെ അതിനകത്ത് ഹെഡ് സിംറ്റംസ് ഒക്കെ ഒരു ഡിസ്ചാർജ് വന്നാൽ, ഇപ്പൊ നമ്മൾ സിംഗമറ്റത്തിൽ പറയുന്ന പോലെ അവരുടെ ഹെഡ് ഏക്കോ ഏതും ആകട്ടെ ഡിസ്ചാർജ് വന്നാൽ അത് ബെറ്റർ ആണ്. ഹെഡ് ഏക്ക് ബെറ്റർ ബൈ മെൻസ്ട്രൽ ഫ്ലോ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഹെഡ് ഏക്ക് മാറും. ഓക്കെ, ഇനി മൗത്തിൽ കുറച്ച് മൗത്ത് അൾസേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ത്രോട്ട് അഫെക്ഷൻസിന് നമ്മൾ പറയുന്നുണ്ട്. ത്രോട്ട് അഫെക്ഷൻസ് നിങ്ങൾക്ക് അറിയാലോ. ഈ ത്രോട്ട് അഫെക്ഷൻസ് ഇവർക്ക് വന്നു കഴിയുമ്പോൾ ഇവർക്ക് എന്ത് വെള്ളം കുടിക്കാൻ പറ്റില്ല? ഹോട്ട് ഡ്രിങ്ക്സ് കുടിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ബിഗിനിങ് ഓൺ ലെഫ്റ്റ് സൈഡ്, എക്സ്റ്റെൻഡിങ് ടു റൈറ്റ് സൈഡ്, അഗ്രിവേഷൻ ഹോട്ട് ഡ്രിങ്ക്സ് ആൻഡ് ലിക്വിഡ്സ് മോർ പെയിൻഫുൾ ദാൻ സോളിഡ്സ്. പിന്നെ ഇവരുടെ ഫിസിക്കൽ ജനറൽസ് കണ്ടോ? ലെഫ്റ്റ് സൈഡ് അഫെക്ഷൻസ് ആണ്, ഗ്രേറ്റ് സെൻസിറ്റീവ് ടു ടച്ച് ആണ്, ടൈറ്റ് ആയിട്ടുള്ള പറ്റില്ല, ഹീറ്റും കോൾഡും പറ്റത്തില്ല, ഫിസിക്കൽ ആൻഡ് മെന്റൽ എക്സോഷൻ അവർക്ക് ബുദ്ധിമുട്ടാണ്, ഹെമറേറ്റിക് തയാറ്റിസിസ് ആണ്, പോയിസൺസ് വൂൺസിന് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം വൂൺസിനൊക്കെ ലാക്ടസിസ് കണ്ടുപിടിക്കാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ത്രോട്ട് കഴിഞ്ഞിട്ട് കോൺസ്റ്റിപ്പേഷന്റെ കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ഇത് വരുമ്പോൾ ഹെമറോയിഡ്സിന്റെ കേസിലാണ് കൂടുതൽ ആക്ഷൻ കേട്ടോ. ഹെമറോയിഡ്സ് വിത്ത് സ്കാൻഡിമെൻസിസ്, ബോൾ റോളിംഗ് ഇൻ ദ ബ്ലാഡർ, മെൻസസ് അറ്റ് ഇറഗുലർ ആൻഡ് ഓൾ പെയിൻസ് ആർ റിലീവ് ബൈ ദ ഫ്ലോ. അത് സിംഗത്തിനുള്ളതാണ്. റെസ്പിറേറ്ററി സിസ്റ്റം നമ്മൾ ഗ്രൈൻഡിലേക്കൊക്കെ പറയുന്ന റെസ്പിറേറ്ററി സിസ്റ്റത്തിലുണ്ട്. റിലീസ്ഡ് തിങ് കംസ് ടു മൗത്ത് ഓർ നോസ്, ഇന്റർഫിയർ വിത്ത് ബ്രീത്തിങ്, വാണ്ട്സ് ടു ബി ഫാൻ ബട്ട് സ്ലോലി അറ്റ് എ ഡിസ്റ്റൻസ്. ആസ് സൂൺ ആസ് ഹി ഫോൾസ് അസ്ലീപ് ബ്രീത്തിങ് സ്റ്റോപ്സ്. കിടന്നു കഴിഞ്ഞാൽ ശ്വാസമുട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു എന്ന് പറയുകയാണെങ്കിൽ അതും ലാക്ടസിസ് ആണ്. കണ്ടോ? പിന്നെ എപ്പിലെപ്സിയുടെ കാര്യം പറയുന്നുണ്ട്, ഉറക്കത്തിൽ വരുന്ന എപ്പിലെപ്സിയാണ്. പിന്നെ ഫീവർ കേസിലാണെങ്കിലോ ആനുവലി റിട്ടേണിംഗ് ആയിട്ടുള്ള ഫീവർ ആണ്. ഈ കാച്ചസ് ഓൺ ടീത്ത് എന്നൊക്കെ പറയുന്നത് ഭയങ്കര അനോയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അർത്ഥം കേട്ടോ. അപ്പൊ നമ്മൾ ത്രോട്ട്, റെക്റ്റം, ഫീമെയിൽ സിംറ്റം പറഞ്ഞു, റെസ്പിറേറ്ററി സിംറ്റം പറഞ്ഞു. പിന്നെ ഇവരുടെ നിങ്ങൾക്ക് അറിയാമോ, ലെഫ്റ്റ് സൈഡ് റെമഡി വിത്ത് റൈറ്റ് സൈഡ് കണ്ടീഷൻ ഉള്ളത് ലാക്ടസിസിലെ സയാറ്റിക്ക ആണ് കേട്ടോ. ലാക്ടസിസ് ബാക്കി എല്ലാം ലെഫ്റ്റ് സൈഡ് ആണ്, പക്ഷെ ലാക്ടസിന് സയാറ്റിക്ക
ലൈക്ക് അവർ ലാക്കനൈനം ഇറ്റ് ഈസ് റൈറ്റ് സൈഡ്, ഒന്ന് ഓർത്തേക്കണേ. പിന്നെ സിറ്റിംഗ് ബാക്ക് ഏക്ക് കണ്ടോ, ന്യൂറാൾജി ഓഫ് ദ കോക്സിസ് വേഴ്സ് റൈസിംഗ് ഫ്രം എ സിറ്റിംഗ് പോസ്റ്റ്. ഇനി സ്ലീപ്പിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി, പേഷ്യന്റ് റൺസ് ഇൻ ടു ആൻ അഗ്രിവേഷൻ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലാക്ടസിസിനെ നമ്മൾ പറയുന്നത്. ലാക്ടസിസ് പേഷ്യൻസ് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ പഠിച്ചൊരു മെഡിസിൻ തന്നെ ആയതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് ഈസി ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ ചില കാര്യങ്ങളൊന്നും വിട്ടുപോകരുത്. ജലസ് ആണെന്നുള്ളതും നൊക്ടറൽ ഡെലൂഷൻ ഓഫ് ഫയർ ഉണ്ടെന്നുള്ളതും വോണ്ട് ടു ബി ഓഫ് സംവെയർ ഓൾ സെയിം, നമ്മളിങ്ങനെ പറയില്ലേ കറങ്ങി കിടക്കാൻ ഇഷ്ടമുള്ള കൂട്ടരാണ്, അങ്ങനത്തെ ടൈപ്പാണ്. മാർക്ഡ് ട്രംപ്ലിംഗ്, കൺഫ്യൂഷൻ, ഡിഫ്തിരിറ്റിക് പാരാലിസിസിനൊക്കെ കൊടുക്കാം. പിന്നെ ഇവർക്ക് ആ ഒരു കണ്ടീഷനിൽ അവർ ഫുള്ളി റിക്കവർഡ് ആയിട്ടില്ല, ട്രങ്കാറ്റ്സ് വരുന്ന ഹെഡ് ഏക്കിന് കൊടുക്കാം. പിന്നെ ഒരു എക്സ്റ്റസി പോലെയാണ്, ഒരു സ്റ്റോറി മറ്റൊരു സ്റ്റോറിയിലോട്ട് പോകുന്നു. ടച്ച് ചെയ്യുന്നവർക്ക് ഭയങ്കര പ്രശ്നമാണ്. ടൈറ്റ് ബാൻഡേജിങ് പ്രശ്നമാണ്. പിന്നെ ലെഫ്റ്റ് സൈഡഡ് ആണ്, സ്ലീപ്സ് ഇൻ ടു അഗ്രിവേഷൻ ആണ്. ഹെഡ് ഏക്ക് ഭയങ്കര ബേസ്റ്റിംഗ് ടൈപ്പ് ഓഫ് ഹെഡ് ഏക്ക് ആണ്. വെയിറ്റ് ആൻഡ് പ്രഷർ ഓൺ എഫക്ട്സ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തലയ്ക്ക് ഭയങ്കര ഭാരം തോന്നുന്നു, പ്രഷർ കൂടും എന്നൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ നമ്മൾ ലാക്ടസിസ് പേഷ്യൻസിന് പൊതുവെ ഹൈപ്പർടെൻസീവ് കേസിൽ അഡ്വൈസ് ചെയ്യാറുള്ളതാണ് കേട്ടോ. അപ്പം ലാക്ടസിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഗ്രിവേഷൻ ബൈ ഹോട്ട് ഡ്രിങ്ക്സ് ആണ്. അതേസമയം ലൈക്കോപോഡിയ നിങ്ങൾക്ക് അറിയാം, അഗ്രിവേഷൻ ബൈ ഹോട്ട് ഡ്രിങ്ക്സ് അല്ല, കോൾഡ് ഡ്രിങ്ക്സ് ആണ്. പിന്നെ ഇവരുടെ റെസ്പിറേറ്ററി സിസ്റ്റം ഓർക്കണം, കിടക്കുമ്പോഴത്തേക്കും ശ്വാസം പോകുന്നത്. മറ്റു മെഡിസിൻസ് ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? അമോണിയം കാർബുണ്ട്, ഗ്രൈൻറ്റീലിയ ഉണ്ട്, ഗ്രൈം എന്നല്ല എഴുതിക്കുന്നത്, ഗ്രൈൻറ്റീലിയ ആണ് കേട്ടോ. ലാക്കനൈനം, ഒപ്പിയം ഒക്കെ ഉണ്ട്. പിന്നെ ഫീവർ എല്ലാം ആനുവലി വരുന്ന ടൈപ്പ്. ഇനി ഇതിന്റെ ഈ ലാക്ടസിന്റെ ഒരു കാരണവശാലും മറക്കാൻ പറ്റാത്ത റിലേഷൻഷിപ്പ് കോംപ്ലിമെന്ററി നിങ്ങൾ നോക്കൂ. ഹെപ്പാർ സൾഫർ, ലൈക്കോ, നൈട്രിക് ആസിഡ്, അതുപോലെ ഇത്രയും മെഡിസിൻസ് കേട്ടോ. പിന്നെ നിങ്ങൾ ബോർക്ക് എടുത്തു കഴിഞ്ഞാൽ വേറെ മെഡിസിൻസ് കാണാൻ പറ്റും. കോംപ്ലിമെന്ററി ക്രോട്ടാലസ് കാസ്കവെല്ല ഓഫൺ കംപ്ലീറ്റ്സ് ദ ക്യൂറേറ്റീവ് വർക്ക് ഓഫ് ലാക്ടസിസ്. അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണേ. ലാക്ടസിസ് മ്യൂട്ടസ് എന്ന് പറയുന്ന മെഡിസിൻ അതിലെ കംപ്ലീറ്റ് ആ ട്രീറ്റ്മെന്റ് കാര്യം കംപ്ലീറ്റ് ആക്കുമെന്ന് പറയുന്നത് ക്രോട്ടാലസ് കാസ്കവെല്ലയാണ്. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കണം. ഈവൻ ദോ നമ്മൾ ഹെപ്പാറും ലൈക്കോയും നൈട്രിക് ആസിഡും ഒക്കെ പറഞ്ഞാലും ലാക്ടസിസിന്റെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ കംപ്ലീറ്റ് ആക്കുന്നത് ക്രോട്ടാലസ് കാസ്കവെല്ലയാണ്, മറന്നു പോകരുത്. അപ്പൊ ലൈക്കോപോഡിയം, നൈട്രിക് ആസിഡ് ആൻഡ് ഹെപ്പാർ. ഇനി ഇൻകോമ്പാറ്റബിൾ ആയിട്ടുള്ള രണ്ട് ആസിഡുകളുണ്ട്. നമുക്ക് ഒരു ആസിഡ് കോംപ്ലിമെന്ററി ആണെങ്കിൽ വേറെ രണ്ടാൾക്കാർ ഇൻകോമ്പാറ്റബിൾ ആണ് രണ്ട് ആസിഡിൽ. ഏതൊക്കെയാണ്? അസറ്റിക് ആസിഡും കാർബോണിക് ആസിഡും. ഓക്കെ, അസറ്റിക് ആസിഡും നമ്മളെ വിനാഗിരിയൊക്കെ പാമ്പിന്റെ മേലടിച്ചാൽ പാമ്പിന് ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ കാർബോണിക് ആസിഡും അസറ്റിക് ആസിഡും. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് തീർച്ചയായും നിങ്ങൾ കീനോട്ടിൽ അണ്ടർലൈൻ ചെയ്യണം, ഇന്ന് തന്നെ പഠിക്കണം. ഇൻ ഇന്റർമീഡിയറ്റ് ഫീവർ നേട്രം ഫോളോസ് വെൽ ലാക്ടസിസ് വെൽ വെൻ ടൈപ്പ് ചേഞ്ചസ്. കണ്ടോ, ഇന്റർമീഡിയറ്റ് ഫീവറിൽ ഈ ലാക്ടസിനെ നേട്രമോർ അതിന്റെ രീതി മാറുമ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു മെഡിസിൻ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ റിലേഷൻഷിപ്പ് പാർട്ടൂടെ പഠിച്ചു. ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ആർ 3 മെഡിസിൻസ്, ലാക്കനൈനം, ലാക്ഡിഫ്ലോറേറ്റും, ലാക്ടസിസ്. അതിലെ നമ്മൾ റിലേഷൻഷിപ്പ് പാർട്ട് കൂടെ പഠിച്ചു. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഇനി അടുത്തത് ഞാൻ ലാക്ടസിന്റെ തന്നെ ബാക്കിയാണ്. ഡെലിറിയം പ്രിവെൻറ്റ്സ് വിത്ത് സ്റ്റംബ്ലിംഗ്, കൺഫ്യൂഷൻ, നൈറ്റ്ലി ഡെലൂഷൻ ഓഫ് ഫയർ. ഒരു കാര്യം കൂടി ഉണ്ട്, ലാക്ടസിൽ ഞാൻ വിട്ടുപോയത്, ഡിറേഞ്ച്മെന്റ് ഓഫ് ടൈം സെൻസ് ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട് ബോറിക്കില്. ഡിറേഞ്ച്മെന്റ് ഓഫ് ടൈം സെൻസ് അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ, ഇനി അടുത്തത് ലെഡം പാലസ്. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. പഴയ മെത്തേഡ് തന്നെയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ ലെഡം പാലിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ ലെഡം പാലിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ ഗൗട്ടി പേഴ്സണെ കണ്ടോ? യു ക്യാൻ തിങ്ക് അബൌട്ട് ലൈക്കോ ആൻഡ് ലെഡം. നമുക്കൊരു സമയം നമ്മളൊരു OP പ്രിസ്ക്രിപ്ഷൻ ആകുമ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റിൽ ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് വരികയാണ്. രണ്ട് കോൺട്രക്ടറി മൊഡാലിറ്റി ഒക്കെ ഉണ്ടെങ്കിലും ഈ ലെഡവും ലൈക്കോയും പെട്ടെന്ന് തന്നെ ഗൗട്ടി സിംറ്റംസ് കുറയ്ക്കും. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ OPയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഓരോ പേഷ്യന്റിന്റെയും കേസ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ ലെഡവും ലൈക്കോ ഒന്ന് കൊടുത്തു നോക്കണം കേട്ടോ. രണ്ട് മൊഡാലിറ്റി ആണെങ്കിൽ കൂടി. ഇനി ലെഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഡാപ്റ്റഡ് ടു റുമാറ്റിക് ഗൗട്ടി ഡയാറ്റസിസ്,
constitution which are abused by alcohol. Colchikum ഇങ്ങനെ തന്നെ. Complaints of people who are cold all the time, always feel cold and chilly, lack of animal or vital heat, and the wounded parts especially are cold to touch. ഈ പേഷ്യൻ എന്ന് പറയുന്നത് ബേസിക്കലി ഭയങ്കര ചില്ലിയാണ്, തൊടാനും ചില്ലി തന്നെ അല്ലേ. പക്ഷേ ഇൻ സം അഫെക്ഷൻസ് വാംത്ത് ഓഫ് ദ പെറ്റ് സീംസ് ഇൻടോളറബിൾ. പിന്നെ ലഡത്തിന്റെ കാര്യം കയറി വരുന്നത് റുമാറ്റിസം ബിഗിൻസ് ഇൻ ഫീറ്റ് ആൻഡ് റൺ അപ്വേർഡ്സ്. പേഷ്യന്റ് ആദ്യം നമ്മളോട് പറയാ ഉപ്പൂച്ചിലൊരു വേദന ഉണ്ടായിരുന്നു, പിന്നെ അത് മുട്ടുവേദനയിലായി, പിന്നെ അത് ഹിപ്പിലായി, പിന്നെ അത് കയ്യിലായി എന്നായിരിക്കും പറയാം. അപ്പൊ റുമാറ്റിസം in feet runs upwards. Rheumatic diathesis going through all changes, punctured wounds when the wounded parts are cold, antidotes, spider poisoning and rust poisoning. അപ്പൊ നമ്മൾ ലഡം കാലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ബോറിക്കിന്റെ ഇൻഫെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും പറയുകയാണെങ്കിൽ റുമാറ്റിക് ഡയാത്തസിസിലാണ് ഓൾട്ടേർഡ് സെക്രീഷൻസ് ഉണ്ട്, ബിഗിൻസ് ഇൻ ഫീറ്റ് ആൻഡ് റൺ അപ്വേർഡ്സ് ആണ്, ലാക്ക് ഓഫ് ജനറൽ ആനിമൽ ഹീറ്റ് ഉണ്ട്, വൂണ്ടഡ് പാർട്സും കോൾഡ് ടു ടച്ച് ആണ്. പിന്നെ ഈ ലഡത്തിന്റെ കണ്ടിട്ടുണ്ടോ, അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു മൊഡാലിറ്റി നിങ്ങൾ നോക്കണേ. ഇനി നമ്മൾ വാംത്ത് ഓഫ് ദ ബെഡ് ഇൻടോളറബിൾ എന്ന് പറഞ്ഞ് കീനോട്ട് കിടക്കുന്നുണ്ടോ, ഓൺ അക്കൗണ്ട് ഓഫ് ഹീറ്റ് ആൻഡ് ബേണിംഗ് ഓഫ് ലിംസ്. എത്ര കോൺട്രക്ടറി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. മറ്റൊന്ന് ഇമാസിയേഷൻ ഓഫ് ദി അഫക്റ്റഡ് പാർട്സ് കണ്ടോ. പിന്നെ അവർക്ക് അഗ്രിവേഷൻ നൈറ്റ് ആണ്, വാംത്ത് ഓഫ് ദ ബെഡും ബെഡ് കവറിംഗ് അഗ്രിവേഷൻ ആണ്, അമലറേഷൻ ഓൺലി വെൻ ഹോൾഡിംഗ് ദ ഫീറ്റ് ഇൻ ഐസ്. ഇത്രയും ചില്ലിയായ ഒരാള് ഇത്രയും തണുപ്പത്ത് കാല് വെച്ചാണ് അവരുടെ വേദന കുറയുന്നത്. പിന്നെ നമുക്കറിയാം കൺഡ്യൂഷൻസും റെഡ് പിമ്പിൾസ് ഓൺ ദ ഫോർഹെഡ് ആൻഡ് ചീക്സ് ഒക്കെ ഉണ്ടെന്ന്. അതുപോലെ റുമാറ്റിസം ഓർ ഗൗട്ട് ബിഗിൻസ് ഇൻ ദ ലോവർ ലിംബ് ആൻഡ് അസെറ്റ്സ്. നിങ്ങൾ കീനോട്ട് ഒന്ന് നോക്കിയാട്ടെ. ഇറ്റ് ഇസ് ബ്രോട്ട് ഓൺ ബൈ എ ലോ എസിഡിക് കണ്ടീഷൻ ബൈ അബ്യൂസ് ഓഫ് കാണാമോ അല്ലേ. ഓക്കെ, അബ്യൂസ് ഓഫ് affects left shoulder and right hip. affects left shoulder and right hip joint. അതിന് നേരെ ഉൾട്ടയാണ് നിങ്ങൾ കീനോട്ടിൽ നോക്കുമ്പോഴും ബോറിക്കിൽ നോക്കുമ്പോഴും രണ്ടായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ ത്രോബിംഗ് ഇൻ ദ റൈറ്റ് ഷോൾഡർ എന്നാണ് ലഡത്തിന്റെ എക്സ്ട്രിമിറ്റീസിൽ ബോറിക്കിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ലെഫ്റ്റ് ഷോൾഡറിനെ റൈറ്റ് ഹിപ്പ് ജോയിന്റിനെ അഫക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളെ പറയുകയാണെങ്കിൽ ഹിന്ദി സ്റ്റൈൽ സാരി ഉടുക്കുന്ന കേസ് അല്ലേ, അതാണെങ്കിൽ ലഡമുണ്ട്, അഗാരിക്കസ് ഉണ്ട്, ആന്റിയം ടാർട്ടസ്, ട്രെമോണിയം ഉണ്ട്. നമ്മൾ ഈ ശരിക്കും പറയുന്ന ആ ഗൗട്ടിന്റെ സിംറ്റം ഉണ്ടല്ലോ, ബിഗ് ടോയുടെ ഇൻഫ്ലമേഷൻ, അതും ഇവിടെ കാണിക്കും. ഇന്റൻസ് ഇച്ചിങ് ഓഫ് ഫീറ്റ് ആൻഡ് ആങ്കിൾസ് ആൻഡ് അഗ്രിവേഷൻ ഫ്രം സ്ക്രാച്ചിങ് വാംത്ത് ഓഫ് ബ്രെഡ്, ഈസി സ്ട്രെയിനിങ് ഓഫ് ആങ്കിൾസ് ആൻഡ് ഫീറ്റ്. പിന്നെ ഇഞ്ചുറീസ് പറയുമ്പോൾ പങ്ക്ചേർഡ് വൂണ്ട്സ് ബൈ ഷാർപ്പ് പോയിന്റ് ഇൻസ്ട്രുമെന്റ്സ്. പിന്നെ അവർക്കൊരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ കളർ ഉണ്ട് കേട്ടോ. അപ്പം എക്സ്ട്രിമിറ്റീസിലെയും ഫീവറിന്റെയും സ്കിന്നിന്റെയും കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. സോ ദാറ്റ് ഈസ് അബൌട്ട് ലഡം. വളരെ കോൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, പക്ഷെ വാംത്ത് ഓഫ് ദ ബെഡ് അഗ്രിവേഷൻ ആണ്. അവരെ കാലിൽ എവിടെ വെക്കണം, ഐസി കോൾഡ് ഉള്ള ഒരു കാര്യത്തിലോട്ട് വെക്കണം. റൊമാറ്റിക് ഡയാലിസിസ് വേർ ബൈ ദ അബ്യൂസ് ഓഫ് കോൾഡ്. ഇത്രയും കാര്യങ്ങളാണ് ലഡത്തിന്റെ ഓർക്കുന്നത്. എപ്പോഴും റൊമാറ്റിസം ബിഗിൻസ് ആൻഡ് അസെൻസ് ആണ്, ബിഗിൻസ് ഇൻ ദ ഫീറ്റ് ആൻഡ് അസെൻസ് ആണ് കേട്ടോ. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ദെൻ കമ്മിങ് ടു ലിലിയം ടിഗ്രിനം, ലിലിയം ടൈഗ്രിനം. എന്താണ് ലിലിയം ടൈഗ്രിനം? ഞാൻ നേരത്തെ പറഞ്ഞത് ഒരുതരം എന്താ പറയാ, തലയ്ക്ക് വെളിവില്ലാത്തൊരു മനുഷ്യരെ പോലുള്ളവരാണ് ലിലിയം ടിഗ്രിനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് നമുക്ക് ആക്ച്വലി ബോറിക്കിനകത്തൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, കീനോട്ടിലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും പറയുന്നില്ല. ബോറിക്കിലോട്ട് വരുമ്പോൾ ഇറ്റ് ഈസ് ഹാവിംഗ് ദി ആക്ഷൻ ഓവർ പെൽവിക് ഓർഗൻസ് ആൻഡ് മെനി റിഫ്ലക്സ് സ്റ്റേറ്റ് ഡിപ്പെൻഡ് ഓൺ സം പത്തോളജിക്കൽ കണ്ടീഷൻസ് ഓഫ് യൂട്രസ് ആൻഡ് ഓവറീസ്, മോർ ഓഫൺ ഇൻഡിക്കേറ്റഡ് ഇൻ അൺമാരീഡ് വിമൻ. നിങ്ങളൊന്ന് ഓർക്കണേ, മാരീഡ് ആവാത്ത അവർക്ക് വരുന്ന യൂട്രൈൻ അഫെക്ഷൻ വിത്ത് കുറെ കേഴ്സിങ് കാര്യങ്ങളൊക്കെ വരുന്നത് ലിലിയം ടിഗ്രിനത്തിനാണ്. പെയിൻ ഇൻ സ്മോൾ സ്പോട്സ് പറഞ്ഞിട്ടുണ്ട്, അത് ഓക്സാലിക് ആസിഡ് ഉണ്ട്, കാലിബൈക്ക്, ഇഗ്നേഷ്യ ഒക്കെ ഉണ്ട്. അപ്പൊ പെയിൻ ഇൻ സ്മോൾ സ്പോട്സ് ആണ് റുമാറ്റിക് ആർത്രൈറ്റിസ്. നമ്മൾ ലിലിയം ടിഗ്രിനം എന്ന് പറയുന്നത് റുമാറ്റിക് ആർത്രൈറ്റിസിന് കൊടുക്കാം. ദേ വിൽ ഹാവ് പ്രൊഫൗണ്ട് ഡിപ്രഷൻ ഓഫ് സ്പിരിറ്റ്സ്, ഫിയേഴ്സം ഓർഗാനിക് ആൻഡ് ഇൻക്യൂർ. അപ്പൊ അൺമാരീഡ് വിമൻ നമ്മൾ എവിടെയും വായിച്ചിട്ടുണ്ടാവില്ല അല്ലെ. പിന്നെ ഫിയേഴ്സം ഓർഗാനിക് ആൻഡ് ഇൻക്യൂറബിൾ ഡിസീസ്, എയിംലെസ് ഹറീഡ് മാനർ. ഒരു സ്ഥലത്ത് നിൽക്കുന്ന പരിപാടിയില്ല, നടത്തായിരിക്കും. ഓക്കെ, എയിംലെസ് ഹറീഡ് മാനർ. പിന്നെ ഇത് ആന്റിഡോട്ടുള്ളത് ഹെലോണിസ് ആണ് കേട്ടോ, കാരണം ഈ ലിലിയം ടിഗും തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്.
പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റൊമക് സിംറ്റംസ് ഒന്ന് നോക്കണം. ബോറിക്കില് തേഴ്സ്റ്റി, ഡ്രിങ്ക്സ് ഓഫൺ ആൻഡ് മച്ച് ആൻഡ് ബിഫോർ സിവിയർ സിംറ്റംസ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ കൂടുതൽ വരുമ്പോൾ ഒരു കൂടുതൽ വെള്ളം കുടിക്കുന്നുണ്ടാവും. പിന്നെ ഫീമെയിൽ സിംറ്റംസ് നമുക്കറിയാം, ബെയറിംഗ് ഡൗൺ സെൻസേഷൻ ഉണ്ട്, ഡാർക്ക് ക്ലോട്ടഡ് ഒഫെൻസീവ് ബ്ലഡ് ആണ്, ഫ്ലോ ഓൺലി വെൻ മൂവിങ് അബൌട്ട് ആണ്. പിന്നെ വിത്ത് സെൻസേഷൻ ഓഫ് അർജ് ഫോർ സ്റ്റൂൾ ആസ് ദ ഓൾ ഓർഗൻസ് വുഡ് എസ്കേപ്പ് സീസസ് വെൻ റെസ്റ്റിംഗ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ ലിലിയം ടിഗ്രിനത്തിന് പിന്നെ ഫീമെയിൽ സിംറ്റത്തിനകത്ത് ഈ ബെയറിംഗ് ഡൗൺ സെൻസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ പ്രൊലാപ്സിന് കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും പുറത്തു പോകുന്നത് പോലെയൊക്കെ തോന്നും. അപ്പം ദേ ഹാവ് ടു സപ്പോർട്ട് ദെയർ പാർട്ട് വിത്ത് ഓർ വൾവ വിത്ത് ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹെഡ് ഏക്ക് ആൻഡ് മെൻസ്ട്രൽ എയിൽമെന്റ്സ് എല്ലാം യൂട്രൈൻ ഇറിറ്റേഷൻസിനൊപ്പം കൂടുന്നതാണ്. ഫ്ലോ ഓൺലി വെൻ മൂവിങ് അബൌട്ട് ആൻഡ് സീസസ് ടു ഫ്ലോ വെൻ ഷീ സീസസ് ടു വാക്ക്. കോസ്റ്റിക്കത്തെ പോലെ തന്നെ കാക്ടസിനെ പോലെ തന്നെ പിന്നെ ഒരു മെഡിസിൻ ആണ് ലിലിയം ടിക്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരണേ. സീസസ് വെൻ പിന്നെ ഫ്ലോ ഓൺലി ഓൺ മൂവിങ് അബൌട്ട്, സീസസ് വെൻ റെസ്റ്റിംഗ്. റെസ്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ നിൽക്കും, നടക്കുമ്പോൾ വീണ്ടും കൂടും. അത് LCC ആണ്, ലിലിയം ടിക്, കാക്ടസ് ആൻഡ് കോസ്റ്റിക്ക. ഓക്കെ, പിന്നെ റെട്രോവേർഷനും ആന്റിവേർഷനും സബ്ഇൻവെർഷനും അങ്ങനെ യൂട്രസിന്റെ പൊസിഷനിലുള്ള പല ചേഞ്ചസും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പ്ലസ് യൂട്രൈൻ പ്രൊലാപ്സ്. പിന്നെ നിങ്ങൾ കാർഡിയോവാസ്കുലർ സിസ്റ്റം കൂടെ ഒന്ന് നോക്കിയാട്ടെ. അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നന്നായിട്ടുള്ളത് കീനോട്ടിലാണെന്ന് തോന്നുന്നു. ആസ് ഇഫ് ഹാർട്ട് ഇസ് ഗ്രാസ്പ്ഡ് ഇൻ എ വൈസ്, pulsations over whole body, palpitation with the fluttering and fainting, anxious sensation about attacks with cold sweat, aggravation after eating and lying on either side. പിന്നെ റാപ്പിഡ് ഹാർട്ട് ബീറ്റ് ആണ് 150 to 170. ഇപ്പൊ നമ്മൾ ഒരുപാട് ഹാർട്ടുകൾ പഠിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. അപ്പൊ 150, 170 എന്ന് പറയുന്നത് വട്ട് ലിലിയം ടിക്കിനാണ് കേട്ടോ. ഞാൻ പറയുന്നത് എളുപ്പത്തിൽ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന കേട്ടോ, അല്ലാതെ അങ്ങനെ പറഞ്ഞുകൂടാ. ലിലിയം ടിഗിന്റെ ഒരു എന്താ പറയുക സാൽവേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും ഓരോരുത്തരെയും ഹിസ്റ്ററി പോലെയൊക്കെ ആക്ട് ചെയ്യുന്നു. അത് അവരുടെ കൂടുതൽ അൺമാരീഡ് പേഴ്സൺസിനാണ്. നമ്മൾ പറഞ്ഞ അൺമാരീഡ് വിമൻ ആണ്. എല്ലാ കംപ്ലൈൻസും കുറഞ്ഞ അവർക്ക് വേഗത്തിൽ നടക്കണം. പക്ഷേ അവരുടെ മെൻസസ് വരുന്നത് അവർ വേഗത്തിൽ നടക്കുമ്പോഴാണ് അല്ലേ. അപ്പൊ പിന്നെ അത് മറ്റു മെഡിസിൻസ് ഏതൊക്കെയായിരുന്നു? ലിലിയം ടിക്, കാക്ടസ്, കോസ്റ്റിക്കുമാണ് അല്ലേ. പിന്നെ പ്രൊലാപ്സ് കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ ദേ കനോട്ട് വാക്ക് ഓൺ ആൻ അൺഈവൺ ഗ്രൗണ്ട്, അവർക്കും ലെഫ്റ്റ് സൈഡ് അഫക്ഷൻസ് തന്നെയാണ് ഉള്ളത്. പിന്നെ സ്മോൾ സ്പോർട്സിലെ പെയിൻ പറയുന്നുണ്ട്. ഫിയേഴ്സ് സം ഓർഗാനിക് ആൻഡ് ഇൻക്യൂറബിൾ ഡിസീസ്. ഓക്കെ, അതാണ് ലിലിയം ടിക്കിന്റെ ഇൻട്രൊഡക്ഷനിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. മെനി റിഫ്ലക്സ് സിംറ്റംസ് റിലേറ്റഡ് ടു പാത്തോളജിക്കൽ കണ്ടീഷൻ ഓഫ് യൂട്രസ് ആൻഡ് ഓവറീസ്, അതുപോലെ പെയിൻ ഇൻ സ്മോൾ സ്പോർട്സ് ആൻഡ് അൺമാരീഡ് വിമൻ. ആ കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കണേ. സോ ദാറ്റ്സ് അബൌട്ട് ലിലിയം ടിക്. അവർ ഭയങ്കര ലിസ്റ്റ്ലെസ് ആണെന്നും എപ്പോഴും ബിസി ആയെങ്കിലേ സെക്ഷൽ ഡിസയർ അവർക്ക് സപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു എയിംലെസ് ഹറീഡ് മോഷൻ ആണെന്നും, പലതരം ഫിയേഴ്സ് ഉണ്ടെന്നും, അവർ ഭയങ്കര ആങ്ഷ്യസ് ആണെന്നും, ഡിപ്രഷനോ സ്പിരിറ്റ്സ് ഉള്ളവരാണെന്നും, വൈൽഡ് ക്രേസി ഫീലിംഗ് ഓൺ വെർട്ടെക്സ് ഉള്ളവരെന്നൊക്കെയാണ് കീനോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നുള്ളൂ. ഹാർട്ട് ബീറ്റിനെ കുറിച്ച് എണ്ണം കറക്റ്റ് 150 തൊട്ട് 170 എന്നൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ലിലിയം ടിക്കിലാണ് കേട്ടോ. ഓക്കെ, ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കണം ആന്റിഡോട്ട് അത് ലിലിയം ടിക്കിന്റെ ഹെലോണിയസ് ആണ്. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് മെഡിസിൻ. ഇത്രയും മെഡിസിൻ നമ്മൾ പഠിച്ചു, ഓർക്കുന്നു വിചാരിക്കുന്നു. ലാക്കനൈനം പഠിച്ചു, ഡിഫ്ലോറേറ്റം പഠിച്ചു, ലാക്ടസിസ് പഠിച്ചു, ലിലിയം ടിക് പഠിച്ചു, ലെഡം പാല് പഠിച്ചു. ദെൻ കമ്മിങ് ടു ലൊബേലിയ ഇൻഫ്ലേറ്റ. ഈ ലൊബേലിയ ഇൻഫ്ലേറ്റ എന്ന് പറയുന്ന മെഡിസിൻസിന് നമ്മളിപ്പോൾ ചിലപ്പോൾ ആസ്പിഡോസ്പെർമയൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ. നമ്മുടെ റെസ്പിറേറ്ററി കംപ്ലൈൻറ്റ്സ് വരുമ്പോൾ ആസ്പിഡോസ്പെർമയൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ ഈ മെഡിസിൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ റെസ്പിറേറ്ററിക്ക് എന്ന് പറഞ്ഞാൽ dyspnea with constriction of the chest versus any exertion better by walking rapidly ആണ്. ഓക്കെ, അവർക്ക് വേഗത്തിൽ നടന്നാൽ അവരെ സിംറ്റംസ് കുഴപ്പമില്ല എന്ന് പറയും. അത് ചിലപ്പോൾ നമുക്ക് ആസ്പിഡോസ്പെർമ കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല. ആസ്പിഡോസ്പെർമയ്ക്ക് ശരിക്കും റെസ്പിറേറ്ററി കംപ്ലൈന്റ് നല്ല കൂടുതൽ, അയാൾ വേഗത്തിൽ നടന്നാൽ ചിലപ്പോൾ ആളുണ്ടാണ്ടാക്കും അല്ലേ. അതേസമയം ലൊബേലിയയിലാണെങ്കിൽ വേഗത്തിൽ നടന്ന സംഭവം എടുക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ലൊബേലിയ വരുമ്പോൾ ഇന്ത്യൻ ടൊബാക്കോ, ആ പേര് നിങ്ങൾ ഓർക്കുമല്ലോ, ഇന്ത്യൻ ടൊബാക്കോ ആണ്. Light hair, blue eyes, fair complexion, inclined to be fleshy. For the bad effects of drunkenness in people with light hair, blue or gray eyes, florid complexion, corpulent, lobelia bears the same relation that naxomia does to persons of opposite temperament. ആ വരി ഒന്ന് ഓർത്തിരിക്കും. ലൊബേലിയ നക്സോമിയക്കാര് എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ടെമ്പറാമെന്റുകാർക്ക് കൊടുക്കുന്ന മെഡിസിൻ ആണ് അല്ലേ.
അപ്പം ആ കാര്യം ലൊബേലിയയിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഓർത്തിരിക്കണേ. ഒരു വാസോ മോട്ടോർ സ്റ്റിമുലന്റ് ആണ് നോസിയ, വോമിറ്റിംഗ് ആൻഡ് ഡിസ്പെപ്സിയ. അത് ഇതിന്റെ ഒരു പ്രത്യേകത കേട്ടോ. നിങ്ങൾ അന്ന് അണ്ടർലൈൻ ചെയ്യണേ ബോറിക്കില്. നോസിയ, വോമിറ്റിംഗ്, ഡിസ്പെപ്സിയ. ഈ എന്താ പറയാ, നമ്മൾ പറയത്തില്ലേ വായുവിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയത്തില്ലേ, ഇൻ ആസ്തമ ആൻഡ് ഗ്യാസ്ട്രിക് അഫെക്ഷൻസ്. അവർക്ക് ഇതിനോടൊപ്പം ഗ്യാസ്ട്രിക് അഫെക്ഷൻസ് കൂടെ വരുന്നുണ്ടെങ്കിൽ യു ക്യാൻ തിങ്ക് ഓഫ് ലൊബേലിയ. പിന്നെ ലൊബേലിയയുടെ യൂറിന്റെ ഒരു പ്രത്യേകത കീനോട്ടിലുണ്ട്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ലൊബേലിയ വിത്ത് ഡീപ്പ് ഓറഞ്ച് റെഡ് കളറാണ്. ഓറഞ്ച് റെഡ് കളറാണ് ലൊബേലിയയുടെ യൂറിൻ. നമ്മൾ ഇനി ഓർഡർ ഓഫ് ഫൈലറ്റ്സ് ഒക്കെ വരുന്നുണ്ട് പഠിക്കാൻ, ചെറുബിന്ദിനൊക്കെ പഠിക്കും. പക്ഷേ ഓറഞ്ച് കളർ അല്ലെങ്കിൽ ഓറഞ്ച് ഡീപ്പ് ഓറഞ്ച് റെഡ് കളറാണ് ലൊബേലിയയുടെ യൂറിൻ. മറന്നുപോയത്, ലൊബേലിയയുടെ യൂറിൻ എന്ന് പറയുന്നത് ഡീപ്പ് ഓറഞ്ച് കളറാണ്. അവർക്ക് ഹെഡ് ഏക്ക് ഉണ്ട്, വോമിറ്റിംഗ്, ഗ്രേറ്റ് പ്രോസ്ട്രേഷൻ ഒക്കെ ഉണ്ട്, ഗ്യാസ്ട്രിക് ഡിറേഞ്ച്മെന്റ്സ് ഉണ്ട്, വോമിറ്റിംഗ് വിത്ത് കൂൾ സ്വെറ്റ് ഓഫ് പ്രഗ്നൻസി ഓർ പ്രൊഫ്യൂസ് സലൈവേഷൻ, ക്രോണിക് വിത്ത് ഗുഡ് അപ്പറ്റൈറ്റ് വിത്ത് നോസിയ, പ്രൊഫ്യൂസ് സ്വെറ്റ് ആൻഡ് മാർക്കസ്. ഭയങ്കര ക്രോണിക് ആയിട്ടുള്ള വോമിറ്റിംഗ് ആണ്, പക്ഷെ നല്ല വിശപ്പും അവർക്ക് ഓർക്കാനം പോലെയും നല്ല വേർക്കുന്നതും പെട്ടെന്ന് ക്ഷീണിക്കുന്ന ടൈപ്പ് ഒക്കെ ആൾക്കാരാണ്. ഓക്കെ, അത് ഓർത്തിരിക്കണേ. പിന്നെ ലൊബേലിയയുടെ ഡിസ്നിയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഫ്രം കൺസ്ട്രക്ഷൻ ഓഫ് ദ മിഡിൽ ഓഫ് ദ ചെസ്റ്റ് ആണ്. അഗ്രിവേഷൻ വിത്ത് എവറി ലേബർ പെയിൻ seems to neutralize the patients. Aggravation by exposure to cold or slightest exposure of going upstairs. ഈ നടന്നു കയറുന്നതും എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷേ അവരുടെ സിംറ്റംസ് ബെറ്റർ ബൈ വാക്കിംഗ് റാപ്പിഡ്ലി ആണ് കേട്ടോ. സ്പാസ്മോഡിക് അഫെക്ഷൻസ്, പെർട്ടൂസിസ് വിത്ത് ഡിസ്നിയ, ത്രട്ടനിങ് സഫോക്കേഷൻ. പിന്നെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഒരു കൺജഷൻ ഉണ്ട്, ബെറ്റർ ബൈ റാപ്പിഡ് വാക്കിംഗ് ആണ്. സെൻസേഷൻ ആസ് ഇഫ് ഹാർഡ് വുഡ് സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് ഡീപ് സീറ്റഡ് പെയിൻ അറ്റ് ദ ബേസ്. കണ്ടോ, ഇപ്പൊ ലിലിയം ടിഗിന്റെ പെയിൻ എന്ന് പറയുന്ന അപ്പെക്സ് പെയിൻ ആണ് നമ്മൾ പഠിച്ചു അല്ലെ. ലിലിയം ടിഗ് കുറച്ച് തലമൂത്ത ആളാണ്, അപ്പൊ അപ്പെക്സിലാണ് വേദന. ബേസ് ഓഫ് ദി ഹാർട്ടിൽ പെയിൻ ഉള്ളത് ലൊബേലിയക്കാണ്. സോ സേക്രം വളരെ സെൻസിറ്റീവ് ആണ്. ഇപ്പൊ നമ്മൾ ലാക്കനായത്തിൽ പറഞ്ഞു അല്ലേ, എല്ലാ എല്ലുകളും ഒക്കെ, മലയാളത്തിൽ പറഞ്ഞ എല്ലാ കശേരുക്കളും, നട്ടിലെ എല്ലാ കശേരുക്കൾക്കും വേദന എന്ന് പറയുന്നത് നമ്മൾ ലാക്കനൈറ്റിൽ പറഞ്ഞപ്പോൾ ലൊബേലിയയിൽ പറയുന്നത് ഒരു സ്ലൈറ്റസ്റ്റ് ടച്ച് ഈവൺ ഓഫ് എ സോഫ്റ്റ് പില്ലോ അവർക്ക് പറ്റില്ല. കണ്ടോ, സോ ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ലൊബേലിയ. അപ്പൊ ലൊബേലിയ എന്ന് പറയുന്ന മെഡിസിൻ നിങ്ങൾക്ക് ഒ പിയിൽ കൊടുക്കാറുണ്ടെങ്കിൽ കൊടുത്തു നോക്കണം. ആസ്പിഡോസ്പെർമ പോലെ ആസ്പിഡോസ്പെർമ കൊടുത്തിട്ടൊന്നും നമുക്കൊന്നും പ്രത്യേകിച്ച് ഒരു ചേഞ്ച് തോന്നുന്നില്ലെങ്കിൽ യു ക്യാൻ തിങ്ക് ഓഫ് ലൊബേലിയ. കേട്ടോ, ലൊബേലിയ എന്ന് പറയുന്ന മെഡിസിൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റാപ്പിഡ്ലി നടക്കുമ്പോൾ റിലീഫ് കിട്ടുന്ന സിംറ്റംസ് ഒക്കെ കിട്ടാൻ പാടാണ്, പക്ഷെ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. അവർക്കൊരു ചെറിയൊരു ഡ്രഗ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ നമുക്ക് ലൊബേലിയ കൊടുക്കാം. പ്ലസ് അവരുടെ ഈ വിത്ത് റിലേറ്റഡ് ടു ഹാർട്ട് വൂണി ആണെങ്കിൽ യു കെൻ തിങ്ക് ഓഫ് ലൊബേലിയ കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ലൊബേലിയ. അപ്പൊ ലൊബേലിയ എന്ന് പറയുന്ന മെഡിസിൻസിന് ന്യൂമോഗാസ്ട്രിക് നെർവിലാണ് ആക്ഷൻ എന്ന് പറഞ്ഞു. കെറ്റാറൽ ജോണ്ടിസ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞില്ല, നോസിയോ, വോമിറ്റിംഗ് ആൻഡ് ഡിസ്പെപ്സിയ, പിന്നെ ആസ്തമാറ്റിക് ആൻഡ് ഗ്യാസ്ട്രിക് ചേഞ്ചസ്, ഡിസ്നിയ ഫ്രം കൺസ്ട്രക്ഷൻ ഓഫ് ദ ചെസ്റ്റ്, ബെറ്റർ ബൈ വാക്കിംഗ് റാപ്പിഡ്ലി. പിന്നെ ഹാർട്ട് സിംറ്റംസ് അതുപോലെ തന്നെ അല്ലേ, ബെറ്റർ ബൈ വാക്കിംഗ് റാപ്പിഡ്ലി ആണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ബാക്കിന്റെ കാര്യം നിങ്ങൾ വിട്ടുപോകരുത്. അവർ കസേരയിൽ ഇരിക്കും, ഇച്ചിരി ചരിഞ്ഞാണ് ഇരിക്കുക, കാരണം അവരുടെ ആ ഭാഗം സെക്രൽ ഏരിയ ഭയങ്കര സെൻസിറ്റീവ് ടു ടച്ച്, ഈവൺ ഓഫ് എ സോഫ്റ്റ് പില്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ സിംഗമെറ്റ് പഠിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് L5NS1 എന്ന് പറയുന്നുണ്ട്. ലംബാർ ഫസ്റ്റ്, പിന്നെ സേക്രൽ ഓർ ലാസ്റ്റ് ലംബാർ, അങ്ങനെ എന്തോ പറയുന്നുണ്ട് അതിനകത്ത്. അപ്പൊ അങ്ങനെ കറക്റ്റ് ഏരിയ ഈ ബാക്ക് ഏക്കിന്റെ കേസിൽ പറയുമെന്ന് ഞാൻ പറയാണ്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ലൊബേലിയ ഇൻഫ്ലേറ്റ ഓർ ഇന്ത്യൻ ടൊബാക്കോ കേട്ടോ. അതിന്റെ ഫാമിലി ഏതാണ്? ലൊബേലിയ ഫാമിലി ഏതാണ്? ലൊബേലിയേസിയെ. ഇനി ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? കെറ്റാറൽ ജോണ്ടിസ് ഉണ്ട്, മെർക്കുറി ടേസ്റ്റ് ഉണ്ട്, ഡെഫ്നെസ് ഡ്യൂ ടു സപ്രസ് ഡിസ്ചാർജ് പറയുന്നുണ്ട്, പ്രൊഫ്യൂസ് സലൈവേഷൻ വിത്ത് ഗുഡ് അപ്പറ്റൈറ്റ് ആണ്, സെൻസേഷൻ ഓഫ് പ്രഷർ, ബെറ്റർ ബൈ വാക്കിംഗ് റാപ്പിഡ്ലി, വേഴ്സ് കോൾഡ്, ബെറ്റർ ബൈ വാക്കിംഗ് എന്നും കൊടുത്തിട്ടുണ്ട്. ദെൻ കമ്മിങ് ടു ലൈക്കോപോഡിയം ക്ലെവേറ്റ, നമുക്ക് സുപരിചിതനായ ലാക്ടസിന്റെ കോംപ്ലിമെന്ററി ആയ ലൈക്കോപോഡിയം അല്ലേ. ഫോർ പേഴ്സൺസ് ഇന്റലക്ച്വലി കീൻ ബട്ട് ഫിസിക്കലി വീക്ക്. ഓക്കെ, ഇന്റലക്ച്വലി keen ആണ്, but physically weak ആണ്. Upper part of the body emaciated, lower part semi-dropsical, predisposed to lung and hepatic affections, especially in extremes of life like children and old people. അപ്പോൾ പിന്നെ ആളെ കാണുമ്പോൾ
ബുദ്ധിക്ക് ഭയങ്കര കഴിവുള്ള ആളാന്ന് തോന്നുന്നു, പക്ഷെ ഫിസിക്കലി അവർ ഭയങ്കര വീക്കാണ്. അപ്പർ ബോഡി ഭയങ്കര ഇമാസീവും താഴത്തെ ഒരു സെമി ഡ്രോപ്സിക്കൽ കണ്ടീഷൻ ആയിട്ടൊക്കെ കാണുന്ന ടൈപ്പാണ് ലൈക്കോപോഡിയം എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ചിൽഡ്രൻ പറഞ്ഞിരിക്കുന്നുണ്ടോ, ചിൽഡ്രൻ വീക്ക് ഇമാസേറ്റഡ് വിത്ത് വെൽ ഡെവലപ്ഡ് ഹെഡ് ബട്ട് പ്യൂണി സിക്ലി ബോഡീസ്. തല നല്ല വലുപ്പവും ഉടല് ഭയങ്കര പ്യൂണി ആയിട്ടുള്ള ബോഡീസ് അല്ലേ. ഇനി ഇവരുടെ നമുക്ക് ഇവർക്ക് അറിയാം, ഇവർ ഭയങ്കര മെന്റൽ ജേർണൽസിൽ പറയുന്നത് ഇവർ ഭയങ്കര മിസേർലി ആയിട്ടുള്ള ആളാണ്, ഭയങ്കര ഇറിറ്റബിൾ ആണ്, വീപ്സ് ഓൾ ഡേ. നമ്മൾ താങ്ക് ചെയ്താൽ ഉടനെ ഇവർ കരയും, ഇവർക്ക് കോൺവെർഷൻ ഒട്ടും പറ്റത്തില്ല, ഭയങ്കര ഫ്രൈറ്റും മോർട്ടിഫിക്കേഷനും വെക്സേഷനും ഒക്കെ ഉള്ള കൂട്ടത്തിലാണ്. നമ്മൾ ഹോമിയോപ്പത്തിക്കലി പറയുമ്പോൾ ഭയങ്കര ഹോട്ടി ആയിട്ട് അവരുടെ ഏറ്റവും എന്താ പറയുക ഹാർഡ് ടു ഇൻഫീരിയറും സോഫ്റ്റ് സുപ്പീരിയർ ടൈപ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇവരുടെ പെയിൻ അഗ്രിവേഷൻ നിങ്ങൾക്ക് അറിയാലോ, അഗ്രിവേഷൻ ഫ്രം 4 to 8 PM ആണ്. പിന്നെ റൈറ്റ് സൈഡ് അഫെക്ഷൻ ആണ്, കെനൈൻ ഹങ്കർ ആണ്, ദ മോർ ഹി ഈറ്റ്സ് ദ മോർ ഹി ക്രേവ്സ്. ഇത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജലാപ്പ സോറിനും ലാക്കനൈനും ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, ക്രൈസ് ഓൾ ഡേ, ക്രൈസ് ഓൾ ഡേ, പിന്നെ ക്രൈസ് ഓൾ നൈറ്റ് നമ്മൾ പറഞ്ഞില്ലേ. ഇത് നോക്കിക്കേ, ബേബി ക്രൈസ് ഓൾ ഡേ സ്ലീപ്സ് ഓൾ നൈറ്റ്. ജലാപ്പ സോറിനെ പറഞ്ഞ് സ്ലീപ്സ് ഓൾ നൈറ്റ് എന്ന് ജലാപ്പൻ സോറിനെ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, ലാക്ക് അനൈനത്തിനകത്ത് നമ്മൾ ഇങ്ങനെയാ പഠിച്ചത്, ബേബി ക്രൈസ്, ക്രോസ് ഇറിറ്റബിൾ, ചൈൽഡ് ക്രൈസ് ആൻഡ് സ്ക്രീംസ് ഓൾ ദ ടൈം എസ്പെഷ്യലി മൈ നൈറ്റ് എന്ന് പറയുന്നത് ജലാപ്പൈൻ സോറനും ആണ്, തമ്മിൽ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ലൈക്കോപോഡിയത്തിന്റെ കേസിലാണെങ്കിൽ ഈ ബേബി എങ്ങനെയാ കിടന്നുറങ്ങുന്നത് നോക്കിയേ, ആ രണ്ട് കമ്പാരിസൺ തമ്മിൽ ഒരു ചെറിയ കോൺട്രഡിക്ഷൻ കേട്ടോ. ബേബി ക്രൈസ് ഓൾ ഡേ സ്ലീപ്സ് ഓൾ നൈറ്റ്, അതിൽ ജലാപ്പി സോർണം ഇല്ല കേട്ടോ. ജലാപ്പി സോർണവും നൈറ്റ് ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കുന്ന കുട്ടികളാണ്. സമയം ലൈക്കോപോഡിയത്തിന്റെ കുട്ടി പകല് കരയുകയും രാത്രി ഉറങ്ങുകയും ചെയ്യും കേട്ടോ. ഇനി കറ്റാറൽ അഫെക്ഷൻസ് നമുക്കറിയാം, ഡ്രൈ നോസ് സ്റ്റോപ്പ് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഒക്കെ മൂക്കടപ്പിന് വേണ്ടി കൊടുക്കുമല്ലോ മെഡിസിൻ. ഭയങ്കര ഒരു ഡേർട്ടി കോംപ്ലക്ഷൻ ആണ്. ഡിഫ്തീരി ഇതുപോലെ തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് പോകുന്നു, അഗ്രിവേഷൻ ഫ്രം കോൾഡ് ഡ്രിങ്ക്സ് ആണ്, ലാക്ടിസിന് നേരെ കൂട്ടാം അല്ലേ. പിന്നെ ഈ വരിയോ നോക്കണേ, ന്യൂമോണിയ നെഗ്ലക്റ്റഡ് ഓർ മാൽട്രീറ്റഡ്, ബേസ് ഓഫ് റൈറ്റ് ലങ് ഇൻവോൾവ് എസ്പെഷ്യലി ടു ഹേസ്റ്റ് അബ്സോർപ്ഷൻ ഓർ റൈറ്റ് സൈഡിലെ ലങ്ങിന് വരുന്ന അൺട്രീറ്റഡ് അല്ലെങ്കിൽ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ന്യൂമോണിയക്ക് കൊടുക്കുന്ന മെഡിസിൻ ഇതാണ്, ലൈക്കോപോഡിയാണ് കേട്ടോ. പിന്നെ അവരുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിംറ്റംസ് നിങ്ങളൊന്ന് നോക്കിയാട്ടെ. ലൈക്കോപോഡിയത്തിന്റെ കീനോട്ടില് എക്സസീവ് അക്യുമുലേഷൻ ഓഫ് ഫ്ലാറ്റുലൻസ് ഉണ്ട്, a few mouthful fills up to the throat ഉണ്ട്. പിന്നെ അവരുടെ കണ്ടീഷൻസ് പറയുമ്പോൾ എപ്പോഴും എൽ സ്റ്റാൻഡ്സ് ഫോർ എൽ. ലൈക്കോപോഡിയം ലോവർ അബ്ഡമൻ ആണ്, അപ്പർ അബ്ഡമൻ കാർബോവെജ് ആണ്, എൻറ്റയർ അബ്ഡമൻ ചൈനയാണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ GIT എടുക്കാൻ പറഞ്ഞത്. ലൈക്കോ ലോവർ എൽ എൽ, ചൈനയാണ് ഈ ലോകം മൊത്തവും അല്ലെ, ചൈനയുടെ പ്രൊഡക്ട്സ് ആണുള്ളത്. അപ്പം എൻറ്റയർ അബ്ഡമൻ, അപ്പർ പാർട്ടിൽ കാർബോവെജ്. ഇത് മാറിപ്പോകരുത്, കൺഫ്യൂഷൻ ആയി പോകരുത്. നോട്ട് റിലീവ്ഡ് ബൈ ബെൽസിംഗ് ആണ് ഇതിനും. പിന്നെ ഇവർക്ക് റൈറ്റ് സൈഡ് ഹെർണിയ ഉണ്ട്, റെഡ് സാൻഡ് ഇൻ യൂറിയയുണ്ട്, ഇംപോർട്ടൻസ് ഫ്രം, അതായത് ഈ ഓൾഡ് മെനിലൊക്കെ വരുന്ന സ്ട്രോങ് ഡിസയർ ബട്ട് ഇംപെർഫെക്റ്റ് ഇറക്ഷൻസ് ഒക്കെ ഇതിനകത്താണ് ഉള്ളത് കേട്ടോ. പിന്നെ ഡ്രൈനെസ് ഓഫ് വെജൈന ഉണ്ട് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ക്വൈഷൻ. ഫീറ്റസ് അപ്പിയേഴ്സ് ടു ബി ടേണിംഗ് സോമർസോട്ട്. ആ കാര്യം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണേ. ഒരു വൺ സെന്റൻസ് ആയതുകൊണ്ട് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഫീറ്റസ് ടേണിംഗ് ടു ബി സോമർസോട്ട്സ് അല്ലെ, ടേണിംഗ് സോമർസോട്ട്സ്. പിന്നെ നമ്മൾ ന്യൂമോണിയയുടെ കാര്യം പറഞ്ഞു. പിന്നെ അവരുടെ എക്സ്ട്രിമിറ്റീസ് കണ്ടോ, 1 foot ഹോട്ട് ആൻഡ് അതർ കോൾഡ്. ഒരു കാല് നല്ല ചൂടും മറ്റേ കാല് തണുപ്പുമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കീനോട്ടൊന്നും ഞാൻ ഓടിച്ചൊന്നും വായിച്ചതേ ഉള്ളൂ. ഇതിനകത്ത് പിന്നെ ലൈക്കോ എവിഡൻസ് ഓഫ് യൂറിനറി ഓർ ഡൈജസ്റ്റീവ് സിസ്റ്റം വിൽ ബി ദയർ. ഗ്രോവേഴ്സിന്റെ നൈട്രോജിനോയിഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പെടുന്ന ഒരാളാണ് ലൈക്കോപോഡിയം. ഓക്കെ, നമ്മൾ തൂജ പഠിക്കുമ്പോൾ ഹൈഡ്രോജിനോയിഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കും. ഇതിലെ നൈട്രോജിനോയിഡ് വിഭാഗത്തിൽ പെടുന്നതാണ് ലൈക്കോപോഡിയം. എല്ലാം അവർക്ക് ചൂടായിട്ടുണ്ട്. നമ്മൾ സിലിഡോണത്തിൽ പറയുന്ന പോലെ അത്രയും ചൂട് സാധനങ്ങൾ വേണ്ട ഒരാളാണ് ലൈക്കോപോഡിയം. ഫ്രീ സെറിലിറ്റി ഉണ്ട്. സ്പെൽസ് ഓർ റൈറ്റ്സ്, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർക്ക് തന്നെ അവർ എഴുതിയത് വായിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഇതിനകത്താണ് കേട്ടോ. കനോട്ട് റീഡ് വാട്ട് ഹി റൈറ്റ്സ് എന്ന് പറഞ്ഞ് ബോറിക്കിന്റെ മെന്റൽ സിംറ്റത്തിൽ കിടക്കുന്നുണ്ട്. സ്പെൽസ് ഓർ റൈറ്റ് റോങ് വേർഡ്സ്. ലൈക്കോപോഡിയം വിത്ത് സ്പെഷ്യൽ ബെനിഫിറ്റ് ആഫ്റ്റർ കാൽക്കേരി ആൻഡ് സൾഫർ, അയഡം, ഗ്രഫൈറ്റിസ്, ലാക്സറ്റ്, ചിലിഡോണി, ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒന്ന് ബോറിക്ക് എടുക്കാമോ? കണ്ടോ, അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഒന്ന് റൈറ്റ് സൈഡ് റെമഡി ആണെന്നും 4 to 8 PM ഉണ്ടെന്നും റെഡ് സാൻഡ് ഇൻ യൂറിൻ കാണാമെന്നും ക്രേവ്സ് എവറിത്തിങ് വാം എന്നും ട്രീ സെറിലിറ്റി ഒക്കെ കാണാൻ നമുക്ക് പറ്റും. പിന്നെ
അവരുടെ മൈൻഡ് കണ്ടോ, അവർ ഹെഡ് സ്ട്രോങ് ഹോട്ടി ആണ്. പിന്നെ സ്പെൽസ് ഓർ റൈറ്റ്സ് റോങ് വേർഡ്സ് ആൻഡ് സിലബിൾസ്, കനോട്ട് റീഡ് വാട്ട് ഹി റൈറ്റ്സ്. പിന്നെ അവരുടെ ഇയറിൽ കണ്ടോ, ഹമ്മിങ് ആൻഡ് റോറിങ് വിത്ത് ഹാർഡ്നെസ് ഓഫ് ഇയറിങ്. പിന്നെ അവരുടെ ത്രോട്ട് അഫെക്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്, ബിഗിൻസ് ഓൺ റൈറ്റ് സൈഡ്, റൈറ്റ് ടു ലെഫ്റ്റ് പോകത്തേ ഉള്ളൂ, വേഴ്സ് ഫ്രം കോൾഡ് ഡ്രിങ്ക്സ്. പിന്നെ അവരുടെ സ്റ്റൊമക്ക് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, സ്റ്റൊമക്കിനകത്ത് ലൈക്കോപോഡിയം ലോവർ അബ്ഡമൻ ആണ് അഫെക്ഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈറ്റിംഗ് ഓവർ സോ ലിറ്റിൽ ക്രിയേറ്റ് ഫുൾനെസ്, ഇൻകംപ്ലീറ്റ് ബേണിംഗ് ഇറക്ടേഷൻ ഓഫ് റൈസ് ഓൺലി അപ് ടു ദ ഫാരിങ്സ് വേർ ദേ ബേൺ ഫോർ അവേഴ്സ്. പിന്നെ രക്തത്തിലെ ഹെമറോയിഡ്സ് ഉണ്ട്. അതുപോലെ നിങ്ങൾ അബ്ഡമൻ ഓർക്കുമ്പോൾ ഹെർണിയുടെ കാര്യം കൂടെ ഓർക്കണം. പോളിയൂറി അറ്റ് നൈറ്റ്, റെഡ് സെഡിമെന്റ് ആണ്, അതുകൊണ്ട് തന്നെ ആ യൂറിൻ പോകുന്നതിന് മുമ്പ് ബേബി നന്നായിട്ട് കരയും. പിന്നെ റെസ്പിറേറ്ററിയിൽ നമ്മൾ പറഞ്ഞല്ലോ, അപ്പൊ ന്യൂമോണിയ മാൽട്രീറ്റഡ് കേസസിന് ലോവർ പാർട്ട് ഓഫ് ദി ലങ്സിന് അഫെക്ഷൻ ഉള്ളതാണ്. പിന്നെ എക്സ്ട്രിമിറ്റീസിൽ നമ്മൾ ഇനി നോക്കിക്കേ, അതിൽ എക്സ്ട്രിമിറ്റീസ് കണ്ടോ. അപ്പൊ നമ്മൾ സയാറ്റിക്ക റൈറ്റ് സൈഡ് പറയുന്ന തേർഡ് റെമഡിയാണ് ലൈക്കോപോഡിയം. അപ്പൊ സയാറ്റിക്ക വേഴ്സ് റൈറ്റ് സൈഡ് പറഞ്ഞു, ലാക്കനൈനത്തില് ലാക്കസ് ഈവൻ ദോ ഇറ്റ്സ് എ ലെഫ്റ്റ് സൈഡ് റെമഡി. ലൈക്കോപോഡിയത്തിനകത്തും സയാറ്റിക്ക റൈറ്റ് സൈഡ്. കാരണം ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന് നേരെ ഓപ്പോസിറ്റിൽ ഒരാളുണ്ട്, കൊളോസ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ സയാറ്റിക് കൊടുക്കുന്നത് കൊളോസ് ഉണ്ടാണ്. ഓക്കെ, ഹോപ്പ് യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. പിന്നെ അവരുടെ ചിൽ ബിറ്റ്വീൻ 3 to 4 PM ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊന്നും ഓർക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം പ്രധാനമായിട്ടും അവർക്ക് വേഴ്സ് റൈറ്റ് സൈഡ് ആണ്. ഈ ലൈക്കോപോഡിയം അതിന്റെ കോംപ്ലിമെന്റ് നോക്കിയാട്ടെ, ലൈക്കോപോഡിയം ആക്ട്സ് വിത്ത് സ്പെഷ്യൽ ബെനിഫിറ്റ് ആഫ്റ്റർ കാൽക്കേരിയ ആൻഡ് സൾഫർ. ഇത്രയും മെഡിസിൻസ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അവരുടെ ഒരു പ്രധാനപ്പെട്ട കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഐ ലൈക്കോ എന്ന് നോക്കണം, അയഡം ലൈക്കോപോഡിയം. ബാഡ് എഫക്ട്സ് ഓഫ് ഓണിയൻ, ബ്രെഡ്, വൈന്, സ്പിരിച്വസ് ലിക്വേഴ്സ്, ടൊബാക്കോ സ്മോക്കിംഗ് ആൻഡ് ചൂയിങ് ഫോളോസ് വെൽ ആഫ്റ്റർ കാൽക്കേരിയ, കാർബോവൈറ്റ്, ലാക്കസിസ് ആൻഡ് സൾഫർ. പിന്നെ ഈ ഒരു വാക്ക് ഓർക്കണം. അപ്പൊ നമ്മൾ ലാക്കനൈനത്തിൽ പറഞ്ഞ ഏറ്റവും നല്ല ത്രോട്ട് സിംറ്റംസ് വേറൊന്നിലുമില്ല. ലൈക്കോപോഡിയത്തിൽ പറയുന്ന ഈ വാക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും. നോട്ട് അഡ്വൈസബിൾ ഓർ റെയർലി അഡ്വൈസബിൾ ടു ബിഗിൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് എ ക്രോണിക് ഡിസീസ് വിത്ത് ലൈക്കോപോഡിയം. ആദ്യം നമ്മൾ ഒരു ആന്റിസോറിക്ക് കൊടുത്തിട്ട് ലൈക്കോപോഡിയം കൊടുക്കുക ആവും നല്ലതെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു ഡീപ് സീറ്റഡ് ആയിട്ടുള്ള ലോങ് ആക്ടിങ് റെമഡിയാണ് ആൻഡ് ഷുഡ് റെയർലി ബി റിപ്പീറ്റഡ് ആഫ്റ്റർ ഇംപ്രൂവ്മെന്റ്. ഇംപ്രൂവ്മെന്റ് തുടങ്ങിയ ശേഷം ഇന്ന് 10 mm നാളെ 50 mm ആക്കി കൊടുക്കരുതെന്നാണ് അതിന്റെ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ നമ്മൾ ലൈക്കോപോഡിയം ക്ലവേറ്റും കൂടെ ഇപ്പൊ പഠിച്ചു. 4 to 8 PM അഗ്രിഗേഷൻ മറന്നു പോരുത്. മറ്റൊരു മെഡിസിൻ എന്ന് പറഞ്ഞ് കീനോട്ടിന്റെ മൊഡാലിറ്റീസിൽ കിടപ്പുണ്ട്, ഹെലിബോറസ് ഉണ്ട്. 4 to 9 PM ആണെങ്കിൽ ദാറ്റ് ഇസ് കൊളോസ് ഇൻറ്റു മാക്ഫോസ്. ആ കാര്യം കൂടെ ഒന്നെടുത്തിരിക്കുക അല്ലെ. നമ്മുടെ ക്ലാസ് തുടങ്ങിയത് 9 PM അല്ലേ. അപ്പൊ ആ 9 PM ടു അപ് ടു 9 PM ആണെങ്കിൽ ദാറ്റ് ഇസ് മാക്ഫോസ് ആൻഡ് കൊളോസൻ. ഇവർക്കും ഈ ടൈറ്റ് സെൻസിറ്റീവ്നെസ് ലൈക്കോപോഡിയത്തിന് ലാക്സസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എപ്പോഴും ഇങ്ങനെ കുറച്ച് ലൂസ് ഗാർമെന്റ്സ് ഒക്കെ ഇടാനാണ് അവർക്ക് താല്പര്യം. ഓക്കെ, നമ്മള് സാധാരണ ആൾക്കാർ പറയും നക്സോമിക്ക മദർ ഇൻ ലോയും ലൈക്കോപോഡിയം മാനേജറെയും കിട്ടിയ നമ്മളെ, അല്ലെങ്കിൽ നമ്മുടെ ഹയർ ഓഫീസേഴ്സ് ഒക്കെ ലൈക്കോപോഡിയം ടൈപ്പും ആണെങ്കിൽ നമ്മുടെ കാര്യം ഏതാണ്ടൊക്കെ ഒരു തീരുമാനത്തിലാവുന്നു. കാരണം ലൈക്കോപോഡിയം ആൾക്കാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ഹാർട്ട് ടു പിന്നെ ഇൻഫീരിയേഴ്സ് ആണ്. നമ്മളൊരു പുറമെ കാണുമ്പോൾ അവർ ഭയങ്കര എന്താ പറയാ വെൽ ബിഹേവ്ഡ് ആണ്, അവരുടെ സുപ്പീരിയർ ഓഫീസേഴ്സിനൊക്കെ അവർ ഭയങ്കര കാര്യമായിരിക്കും. പക്ഷെ താഴെ കിട്ടുള്ള ആളെ നല്ലോണം അവരങ്ങ് ചവച്ച് റെഡിയാക്കും. അപ്പൊ അതാണ് ലൈക്കോപോഡിയം. നക്സോമിക്ക മദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ ഹൈലി പെർഫെക്ഷനിസ്റ്റ് ആണ്. അപ്പൊ ഇത് രണ്ടും കിട്ടിയാൽ, ഇത് രണ്ടും ഒരുമിച്ച് കിട്ടിയാൽ നമ്മളെ കാര്യത്തിന് ഏകദേശം തീരുമാനമാവുമെന്ന് പണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ പറയുമായിരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് ലൈക്കോപോഡിയം ക്ലവേറ്റ്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കുന്നുണ്ടല്ലോ അല്ലെ. ദെൻ കമ്മിങ് ടു ചില വാക്കുകൾ നമ്മളെ മനസ്സിൽ നല്ലോണം ഓർമ്മയിൽ ഇരുന്നൊക്കെ തന്നെ കിട്ടും. കണ്ടോ, അതിനകത്ത് ഈ ഹൈഡ്രാസിന്റെ കേട്ടോ, ഹൈഡ്രാസിസ് ഫോളോസ് ലൈക്കോപോഡിയം ഇൻ ഡൈജഷൻ എഴുതിയിട്ടുണ്ട്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഹൈഡ്രാസിസ് ലാസ്റ്റ് കിടക്കുന്ന ബോറിക്കിന്റെ ഹൈഡ്രാസിസ് ഫോളോസ് ലൈക്കോപോഡിയം ഇൻ ഡൈജഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇപ്പൊ ലൈക്കോപോഡിയം ക്ലവേറ്റ് എന്നുള്ള മെഡിസിനും നിങ്ങൾ പഠിച്ചു. ഇങ്ങനെ നിങ്ങൾ വേഗത്തിൽ പഠിച്ചു പോയാൽ ഓർക്കും കേട്ടോ, എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യണമെന്നല്ല. ഓക്കെ, ദെൻ കമ്മിങ് ടു ലൈസിന, സലൈവ ഓഫ് എ റാബിഡ് ഡോഗ് അല്ലെ, ഹൈഡ്രോഫോബിനം എന്നൊക്കെ പറയും. ഇവർക്കും വളരെ ഹൈപ്പർ സെൻസിറ്റീവ്നെസ് ഉള്ള ഒരു ആൾക്കാരുണ്ടോ, ഹൈപ്പർ സെൻസിറ്റിവിറ്റീസ് ഓഫ് ഓൾ സെൻസസ് ഉള്ള ആൾക്കാരാണ്. പിന്നെ ഇവർക്ക് നമുക്കറിയാലോ, ഈ റാബിറ്റ്സ് വരുമ്പോൾ തന്നെ പേഷ്യൻസിന് വെള്ളം കാണുമ്പോഴേ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതും. പിന്നെ അബ്നോർമൽ സെക്ഷൽ, പിന്നെ നമ്മൾ ഇതിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഇവർക്ക് ഭയങ്കര അബ്നോർമൽ സെക്ഷൽ ഡിസയർ ഉള്ള ആൾക്കാരാണ്. ഡാസ്ലിംഗ് ലൈറ്റുകൾ ഇവർക്ക് പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം, ഈ ലൈസിനത്തിന്റെ കീനോട്ടിൽ നിങ്ങൾ നോക്കിയാൽ കാണാം,
കോൺസ്റ്റന്റ് ഡിസൈർ ടു യൂറിനേറ്റ് ഓൺ സീയിങ് റണ്ണിങ് വാട്ടർ. നമ്മൾ പട്ടികളുടെ കാര്യം കാണാറുള്ളതാണ് അല്ലേ? പട്ടികളെ എവിടെ ചെന്നാലും ഒന്ന് യൂറിനേറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി, അത് ഓർത്ത് വെച്ചാൽ മതി. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ലൈസിനത്തിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒരു കാരണവശാലും ലൈസിനത്തിന് അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കത്തില്ല. ദാറ്റ് ഈസ് പ്രൊലാപ്സ് യൂട്രസ് മെനി കേസ് ഓഫ് ഇയേഴ്സ് സ്റ്റാൻഡിങ് ക്യൂർഡ്. കണ്ടോ? ഓക്കെ, prolapse uteri, many cases of years standing cured, sensitiveness of vagina rendering coition painful. കണ്ടോ? സെൻസിറ്റീവ്നെസ് ഓഫ് വജൈന റെൻഡറിങ് കോക്ഷൻ പോയിന്റ്, ഇത് രണ്ടും ലൈസിനത്തിനുണ്ടെന്ന് ചിന്തിക്കില്ല. അതുകൊണ്ട് അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. പിന്നെ ഈ ഡാസ്ലിംഗ് ലൈറ്റ് കൊണ്ട് അവർക്ക്, കാരണം അവർക്ക് ഓൾറെഡി ഈ ഹൈഡ്രോഫോബിയം കണ്ടീഷൻ ഉള്ളത് കൊണ്ട് ആ കാര്യം കൂടെ ഒന്ന് ഓർത്തിക്കണം കേട്ടോ. ഇപ്പൊ ലൈസിനത്തിനകത്ത് ഇത്രേ പറയുള്ളൂ. നമ്മൾ വളരെ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു കാര്യം കൂടെ, കനോട്ട് ബെയർ ദ ഹീറ്റ് ഓഫ് സൺ, ചൂട് സഹിക്കാൻ പറ്റൂല. കനോട്ട് ബെയർ ദ ഹീറ്റ് ഓഫ് ദ സൺ, ലൈസിനം അല്ലേ? നമുക്കിപ്പോൾ ചൂട് സഹിക്കാൻ പറ്റില്ലേ? അപ്പൊ അന്നേരം ഒരു മെഡിസിൻ, കുറെ മെഡിസിൻസ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ലൈക്ക് ജെൽസീമം, ഗ്ലോണോയിൻ, ലാക്ടസസ്, നേട്രമോൾ. ഞാൻ പറയുകയാണെങ്കിൽ ഈവൻ ബ്രയോണിയം കൊള്ളാൻ കേട്ടോ. നിങ്ങൾ വല്ലാതെ വെയിലത്തൊക്കെ പോയി വന്ന് വേർത്ത് ഭയങ്കര തലവേദനയും ക്ഷീണവും തോന്നുന്നുണ്ടെങ്കിൽ ടേക്ക് 1 dose ഓഫ് ബ്രയോണിയം. ചിലപ്പം ബ്രയോണിയം കഴിച്ച് ഒന്ന് ഉറങ്ങി കഴിയുമ്പോൾ നമ്മുടെ തലവേദന കുറയും. സോ അപ്പം ഈ ഒരു ഹീറ്റിന്റെ പ്രശ്നം സഹിക്കാൻ പറ്റില്ല എന്നുള്ളതും, അവരുടെ പിന്നെ പ്രൊലാപ്സ് ഓഫ് ദി യൂട്രസിന്റെ കാര്യവും വിത്ത് സെൻസിറ്റീവ്നെസ് ഓഫ് ദി വജൈനയുടെ കാര്യവും ലൈസിനത്തിൽ നിങ്ങൾ ഓർക്കണം കേട്ടോ. അബ്നോർമൽ സെക്ഷൽ ഡിസയർ ആണ്. ദെൻ കമ്മിങ് ടു മഗ്നീഷ്യം മൂവ്. മഗ്നീഷ്യം മ്യൂറിയേറ്റിക് ആണ് ഞാൻ ആദ്യം അടിച്ചത്. മഗ്നീഷ്യം കാർബോണിക് ആണ് കിടക്കുന്നത്. മഗ്നീഷ്യം മ്യൂറിയേറ്റിക് എന്ന് പറയുന്നത്, മഗ്നീഷ്യം മ്യൂറിയേറ്റിക്കും അല്ലെങ്കിൽ മ്യൂറിയേറ്റ് ഓഫ് മഗ്നീഷ്യ അല്ലെ? എന്തറിയാൻ പറ്റും നിങ്ങൾക്ക്? മ്യൂർ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? എന്താ മ്യൂർ? എല്ലാ മൂറുകാർക്കും എന്തോ ക്ലോറിൻ വരുന്നത്. അതെ അതെ അതെ, ക്ലോറിൻ വരുന്നത് തന്നെ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എല്ലാ മൂറുകാരുടെ റെക്ടൽ സിംറ്റംസ് ഒരുപോലെ ഇരിക്കും. നിങ്ങളൊന്ന് ഇതിന്റെ റെക്ടൽ സിംറ്റംസ്, അമോണിയം പോറിന്റെ റെക്ടൽ സിംറ്റംസ് നോക്കണേ. ക്രംബ്ലിംഗ് അറ്റ് ദ വേർജ് ഓഫ് എയ്നസ്. കണ്ടോ? അതിനകത്ത് ബ്രാക്കറ്റിൽ തന്നെ അമോണിയം മൂറും നേട്രം മൂറും കൊടുത്തിരിക്കുന്ന കണ്ടോ? സോ അതാണ് ഒരു പ്രത്യേകത. എല്ലാ മൂറുകാർക്കും ക്രംബ്ലിംഗ് ഓഫ് സ്റ്റൂൾ അറ്റ് ദ വേർജ് ഓഫ് എയ്നസ് എന്നൊരു കാര്യമുണ്ട്. അതൊരു സിംറ്റം ആണ്.